بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله الحمد لله الوحدة والصلاة والسلام على من لا نبي بعد وعلى آله وصحبه المؤمنين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരിമാരെ, ദുസ്വഭാവങ്ങൾ, നരകത്തിലേക്ക് എത്തിക്കുന്ന ദുസ്വഭാവങ്ങൾ എന്ന വിഷയത്തിൽ ഒരല്പസമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കുകയാണ്. വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടം വരുത്തുന്നതുമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം ദുസ്വഭാവമാണ്. സൽസ്വഭാവം നമുക്ക് വിൽക്കാനുള്ളതാണ്. നമ്മളെ കുടുംബത്തിൽ പുതുതായി ബന്ധങ്ങൾ ചേർന്നാൽ നല്ല സ്വഭാവമായിരിക്കും ആദ്യത്തിൽ കാണിക്കുക. ഇപ്പോൾ പുതിയ കല്യാണമൊക്കെ നടന്നാൽ ഭയങ്കര സ്നേഹവും നല്ല പെരുമാറ്റം കണ്ടാൽ ആരും അടുത്തു പോകും. ഒരു 5-8 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വരുമ്പം ആരും വെറുത്തു പോകും. പിന്നെ പറയാത്ത ഒരു വാക്കുകളും ഉണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യം കാണിച്ചത് സൽസ്വഭാവമായിട്ട് കാണിച്ചത് യഥാർത്ഥമല്ല. അത് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ ചില മാനേഴ്സ് എന്ന് പറയും അതിന്. അത് നിലനിൽക്കുന്ന സ്വഭാവമല്ല. പിന്നെ കണ്ടാൽ പോലും വർത്താനം പറയാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇപ്പൊ ആദ്യം കാണിക്കുന്ന യഥാർത്ഥ സ്വഭാവമല്ല പലപ്പോഴും പിന്നീട് പെരുമാറ്റത്തിൽ ഉണ്ടാവാറുണ്ട്. അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കും എന്ന അറിവാണ് എനിക്കിന്ന് നിങ്ങൾക്ക് നൽകേണ്ടത്. സാധാരണഗതിയിൽ ഒരു ദുസ്വഭാവത്തിന്റെ തുടക്കം എവിടുന്നാന്ന് ചോദിച്ചാൽ ഞാൻ എന്ന ഭാവത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എല്ലാ ദുസ്വഭാവങ്ങളും ഞാൻ എന്ന ഭാവം.
ആ ഞാനെന്ന ഭാവം ഒരു വ്യക്തിക്കുണ്ടാവാം, ഒരു വ്യക്തികൾ കൂടി കുറെ ആളുകൾ കൂടുമ്പോൾ കുടുംബത്തിനുണ്ടാവാം. കുടുംബത്തിനുണ്ടാവുമ്പോൾ നമ്മൾ അതിന് പറയും തറവാടിത്തം അല്ലെ? ഓരൊക്കെ തറവാട്ടുകാരാണ്. ആ വാക്ക് നിങ്ങൾ ആദ്യം നരകത്തിലേക്ക് എത്തിക്കുന്ന വാക്കാണ്. നിർത്താൻ കഴിയുമില്ല, എനിക്കറിയാൻ കഴിയില്ല. തറവാട്ടുകാരാണെന്ന് പറയാൻ ലോകത്ത് ആദ്യത്തെ അർഹതയുള്ള ആള് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഫദ്ല ലി അറബിയിൻ, ഒരു ഖുറൈശിക്ക് ഒരു പ്രാധാന്യവുമില്ല. ഖുറൈശി തറവാട്ടിൽ ജനിച്ചത് കൊണ്ട് മുഹമ്മദിന് ഒരു പ്രാധാന്യവുമില്ല. ആരേക്കാൾ? അൽ അജം, ഒരു ഖുറൈശി അല്ലാത്ത ആളുകളെക്കാൾ. ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ പലപ്പോഴും പറയുന്നൊരു വാക്കാണ്, നമ്മൾ തറവാട്ടുകാരാണ്, ഓലൊന്നും തറവാട്ടുകാരല്ല. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആദമിന്റെ മക്കളാണ്. ഇതിനിടയിൽ ഇവിടുന്ന് തറവാട് വന്നത് എനിക്ക് അറിഞ്ഞൂടാ. ആരെ ഈ തറവാട് ഉണ്ടാക്കിയത്? അത് ജാഹിലിയ കാലഘട്ടത്തിലേ ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെ ബ്ലഡിൽ നിന്ന് ബ്ലഡിലേക്ക് ഇത് പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അല്ല തറവാടിത്തം, വളരെ നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ റസൂൽ അങ്ങനെ പറയേണ്ടി വന്നത്, അന്നേ ഉണ്ടായതുകൊണ്ടാണല്ലോ. എന്നും ഇന്നും അറബികൾ എവിടെയെങ്കിലും ഒത്തുകൂടിയാൽ ആദ്യം പറയുന്ന വർത്തമാനം ഓലെ തറവാടിത്താണ്. ഇപ്പോഴും അറബികൾ കാണാൻ മഗ്‌രിബിലൊക്കെ സമയത്ത് ഇങ്ങനെ വട്ടത്തിരുന്നിട്ട് അങ്ങനെ വിടും ബടായി. ആ ബടായി അധികവും ഓരോരുത്തരും തങ്ങളുടെ തറവാടിത്തവും കുലമഹിമയും സാമ്പത്തിക ശേഷിയും എടുത്തു പറഞ്ഞ അഭിമാനം കൊള്ളുന്ന സദസ്സുകളാണ് പലപ്പോഴും ഇവിടെ കാണാറുള്ളത്. അങ്ങനെ ഒരു അറബികൾക്കൊരു പതിവുണ്ട്. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ഖുറൈശികൾ ഇങ്ങനെ വട്ടട്ടിരുന്നിട്ട് വർത്തമാനം പറയാണ്. അന്ന് ഇസ്ലാമിലേക്ക് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. വന്ന ആൾക്കാർ തന്നെ പറയുന്നത് ഓല തറവാടും ഓല മഹിമയും ഓല സാമ്പത്തിക ശേഷിയും ഒക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ പറയാം വട്ടട്ടിരുന്നിട്ട്. അപ്പോഴാണ് മുസ്ലിമായ വെള്ളക്കാരനായ മുസ്ലിമായ സൽമാനുൽ ഫാരിസി കയറി വന്നു. സൽമാനുൽ ഫാരിസി കയറി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത്ര നേരം നിങ്ങളെ തറവാടും നിങ്ങളെ എല്ലാ വലുപ്പത്തരൂപങ്ങൾ വിശദീകരിച്ചു. ഇനി ഞാൻ എൻ്റെ ഒരു തറവാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഒരു തറവാട്ടുകാരനാണല്ലോ, ഞാൻ വെള്ളക്കാരനാണ്, ഞാൻ എൻ്റെ പേര് സൽമാനുൽ ഫാരിസി എന്നാണ്. പക്ഷെ എനിക്കൊണ്ടൊരു തറവാട്, എന്റെ പൂർവകാല തറവാട് ഏതാണെന്ന് ഞങ്ങളോട് പറയട്ടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അവർക്ക് ആയത്താ ഓതി കൊടുത്തത്. തറവാടിന്റെ പേരിൽ ഒരായത്ത്. അവരുടെ അദ്ദേഹത്തിന്റെ തറവാട് ഏതാന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സൽമാൻ ഫാരിസി അവരെ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ തറവാടാണ്, അഡ്രസ്സാണ് ഇപ്പൊ ഈ ഓതിയത്. എന്താ? കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന കേവലം ഇന്ദ്രിയ ബിന്ദു ആയിരുന്നു ഞാൻ ഒരിക്കൽ. അതാണ് എന്റെ തറവാട്. എന്റെ തറവാടിന്റെ കോല അത്. ഇനി എനിക്കൊരു തറവാട് കൂടി ഉണ്ട്, അത് ഞാൻ ദുർഗന്ധം വമിക്കുന്ന ശവശരീരമായി മാറും. അപ്പം പരലോകത്ത് നന്മകൾ തൂക്കിക്കിടക്കാക്കുന്ന സമയത്ത് എന്റെ പദവിയുടെ മാറ്ററിയുക ആ തുലാസിൽ ഗനമുണ്ടെങ്കിൽ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ദുനിയാവിലെ തറവാടിത്തം സമ്പത്തുമല്ല, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മഹിമ സൂചിപ്പിക്കുന്നത് അവന്റെ സൽസ്വഭാവം മൂലം അവൻ പരലോകത്ത് വിജയിച്ചെങ്കിൽ മാത്രമാണ്. ഞാൻ ഇനി ദുർഗന്ധം വമിക്കുന്ന ഒരു ശവശരീരമായി മറ്റൊരു വീട്ടിലേക്ക് മാറും ഇവിടുന്ന്. അതെന്റെ ഖബറാണ്. അതാണ് എന്റെ അടുത്ത തറവാട്. അപ്പൊ രണ്ട് തറവാടാണ് എനിക്കുള്ളത്. ഒന്ന് ഞാൻ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നിക്കുന്ന ലം യകുൻ ശൈഅൻ മദ്കൂറ, ഒന്നെന്ന് പറയാൻ പറ്റാത്ത ഒരു വസ്തുവായിരുന്ന ഒരു കാലം, അതായിരുന്നു എന്റെ തറവാട്, ആദ്യ തറവാട്. ആ തറവാടിന്റെ കാലം കഴിഞ്ഞു. ഇനി ആ തറവാടിൽ നിന്ന് ഞാൻ മറ്റൊരു തറവാടിലേക്ക് നീക്കം ചെയ്യപ്പെടും. അതാണ് ഖബർ. ഇത് രണ്ടിലേക്കും പോകേണ്ട ആളുകൾക്കിടയിൽ എങ്ങനെ തറവാടിത്തം വന്നു എന്നാണ് മുസ്ലിമായി തീർന്ന സൽമാൻ അൽ ഫാരിസി ഖുറൈശികളെ പഠിപ്പിച്ചത്. ആദ്യം പോക്കേണ്ട നമ്മളുടെ ചിന്ത, നമ്മൾ വലിയ തറവാട്ടുകാരാണ്, ഓലൊന്നും തറവാട്ടുകാരല്ല എന്ന വർത്തമാനം മേലിൽ മരിക്കുന്നവരെ പറയരുത്. പക്ഷെ റമദാൻ കഴിഞ്ഞാൽ പറയും. കാരണം കല്യാണം ഉറപ്പിക്കുന്നുണ്ടാവും. ഈ കല്യാണമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ വർത്താനൊക്കെ പറയല്. ഇത് ഒരു തറവാട്ടുകാരല്ല, കണ്ടാൽ തന്നെ അറിഞ്ഞൂടാ തറവാട്ടുകാരല്ല. തറവാട്ടുകാരാന്നുള്ള എന്താ രേഖ? എന്താ രേഖ നിങ്ങളെടുത്തുള്ളത്? ഞാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ കയ്യിലുള്ള രേഖ എന്താ?
പക്ഷെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു രേഖ ഉണ്ട്. അത് ഖുർആൻ പറഞ്ഞ എങ്ങനെയാണ്? ഫഅമ്മാമൻ സഖുലതു മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. ദുനിയാവിൽ വെച്ച് സൽക്കർമ്മ നിരതനായി ജീവിച്ച് അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച ഇസ്ലാമിക സംസ്കാരം ജീവിതത്തിൽ പാർത്തി ജീവിച്ച് പരലോകത്തെ ഏറ്റവും ഘനം തൂങ്ങുന്ന ഒരു വസ്തു നമ്മളുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് നാം പരലോകത്ത് വിജയിയായാൽ ഫഹുവ ഫീ ഈശത്തിർ റാളിയ, ഏറ്റവും സംതൃപ്തമായ ജീവിതത്തിൽ എത്തിപ്പെടും. എന്നാൽ വമ്മാമൻ ഹഫത്ത് മവാസീനു, ഇതുപോലെ തറവാടിത്തും ബങ്കീസും പറഞ്ഞ് സമയം കൊന്ന് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ നാവുകൊണ്ട് പറഞ്ഞ് അതിന്റെ പേരിൽ വലിപ്പം നടിച്ച് അതിന്റെ പേരിൽ പെരുമ നടിച്ച് അങ്ങനെ ജീവിച്ച് നിങ്ങൾ മരിച്ചാൽ ഖുർആൻ പറഞ്ഞു വമ്മാമൻ ഹഫത്ത് മവാസീനുഹു, അവന്റെ തുലാസ്, അവന്റെ നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുമ്പോൾ അവന്റെ തുലാസ് ധനം കുറയുന്നു എങ്കിൽ ഫഉമ്മുഹു ഹാവിയ, അവന്റെ കേന്ദ്രം, അവന്റെ ഉമ്മ, അവന്റെ അഭയകേന്ദ്രം ഹാവിയാകുന്നു. വമാ അദ്റാക മാ ഹിയ, എന്താണ് ഹാവിയ എന്നറിയാമോ? നാറുൻ ഹാമിയ, ജ്വലിക്കുന്ന നരകമാണ്. അപ്പൊ ദുസ്വഭാവം എങ്ങോട്ടെത്തിക്കും? ജ്വലിക്കുന്ന നരകത്തിലേക്ക് എത്തിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന, ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല പരലോകത്തെ ഏറ്റവും ഘനം തൂകുന്ന സാധനം ഏറ്റവും നല്ല സ്വഭാവം. അസ്കലു ഷൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുൽഖുൻ അസ്ൽ, ഏറ്റവും നല്ല സ്വഭാവം. അത് കൃത്രിമല്ല, ഉള്ളുന്ന് വരുന്ന സ്വഭാവം മാറൂല. ഉള്ളുന്ന് വരാത്ത സ്വഭാവം ആൾക്കനുസരിച്ച് മാറും, അല്ലെ? ഉള്ളിലൊന്നും ഉണ്ടാവില്ല, ഉള്ളിൽ ശൂന്യാണ്. പിന്നെ പ്രകടനാണ്, പുറത്തേക്ക് കാണിക്കണം ആളുകളോട്. നല്ല വ്യക്തിയാവണം, എല്ലാവരും എന്നെ കൊണ്ട് നല്ലത് പറയണം എന്നാണ് എന്റെ സ്വഭാവത്തിന്റെ ലക്ഷ്യമെങ്കിൽ അതൊരിക്കലും പരലോകത്തിനാവില്ല. ഞാൻ ഈ സ്വഭാവത്തിൽ പെരുമാറുന്നത് എന്റെ പരലോകത്തെ തുലാസ് ഘനം തൂങ്ങുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ദുസ്വഭാവിയാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു ലിയുതിമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എന്റെ റബ്ബ് എനിക്ക് സംസ്കാരം പഠിപ്പിച്ചു, ഏറ്റവും നല്ല സംസ്കാരം. എന്നിട്ട് പറയുന്നു അഹ്സനുക്കും ഈമാന അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല ഈമാൻ കാത്തു സൂക്ഷിക്കുന്നവൻ ഏറ്റവും നല്ല സൽസ്വഭാവിയാണ്. അപ്പൊ ഏറ്റവും നല്ല ഈമാൻ ഉള്ളവൻ ഏറ്റവും നല്ല സൽസ്വഭാവിയാണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഈമാൻ ഉള്ളവൻ ഏറ്റവും വലിയ ദുസ്വഭാവിയാണ്. ഈമാൻ കുറഞ്ഞതനുസരിച്ച് സ്വഭാവം നന്നാവും, ഈമാൻ കുറഞ്ഞതനുസരിച്ച് സ്വഭാവം കുറയും, സൽസ്വഭാവം കുറയും. ഈമാൻ നന്നാവുന്നതിനനുസരിച്ച് സ്വഭാവം നന്നാവും. നിങ്ങൾക്ക് എപ്പോഴാണ് ഈമാൻ കൂടിയത്? നിങ്ങളെ സ്വഭാവം നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതാണ് ആദ്യം ചോദിക്കാറ്. ഇതൊക്കെ പോട്ടെ, ബങ്കീസും തറവാടും ഒക്കെ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ടോ? നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ദേഷ്യം പിടിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. ദേഷ്യം പിടിക്കൽ സൽസ്വഭാവമാണ്, ആണോ? അല്ല. ആരോടാണ് നിങ്ങൾ ദേഷ്യം പിടിക്കുക? നിങ്ങളെ ഭർത്താവിനോടുള്ള ദേഷ്യം നിങ്ങൾ ആരോടാ തീർക്കൽ? കുട്ടികളോട്. കുട്ടികളെ 4 അടി കൊണ്ട് കൊടുക്കും. ആ പറയുന്നില്ല വാക്ക്, അയാളുടെ ഈ മുതലിനെങ്കിലും ഞാൻ അടിച്ചിട്ട് ശരിയാക്കട്ടെ. അപ്പോ ദേഷ്യം വരാറുണ്ട്. എന്നാൽ ദേഷ്യം വരുന്ന പല രംഗങ്ങളും നമ്മളെ സംബന്ധിച്ചോളുണ്ടാവും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലും തങ്കൽ മൊഴികളിലും നിർദ്ദേശിക്കപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അശുദ്ധക്കും മൻ ഗലബ നഫ്സഹു ഇൻദൽ ഗലബ്, നിങ്ങളിൽ ഏറ്റവും ശക്തിമാൻ, ഈമാനുള്ള ശക്തിയുള്ളവൻ കോപം വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്നവരാണ്. മൻ ഗലബ നഫ്സഹു ഇൻദൽ ഗലബ്, കോപിക്കുമ്പോൾ മനസ്സിനെങ്ങനെ നിയന്ത്രിക്കുക. വാഹിലമക്കും മൻ അഫാ ഇൻദൽ മഖ്ദറ, നിങ്ങളിൽ ഏറ്റവും നല്ല വിവേകി മൻ അഫാ ഇൻദൽ മഖ്ദറ, കഴിവുള്ളപ്പോൾ മാപ്പ് കൊടുക്കുന്നവരാണ്. കഴിവുള്ളപ്പോൾ മാപ്പ് കൊടുക്കാറാണ്, മനസ്സിലായില്ലേ? നമുക്ക് അവരെ ദ്രോഹിക്കുവാനോ ശകാരിക്കുവാനോ ശിക്ഷിക്കുവാനോ കഴിവുള്ളപ്പോൾ മാപ്പ് കൊടുക്കുക. ചില വയസ്സന്മാരൊക്കെ പറയുന്നുണ്ട്, നീച്ചടക്കാൻ വയ്യാത്ത വയസ്സന്മാർ അങ്ങനെ കെടുന്നോട്ട് എന്ന് പറയും, ഞാൻ പെട്ട് നീച്ചാ കാണാൻ എന്ത് കാണാ, വീണ്ട് കാണാ. അപ്പൊ കഴിവുള്ള സമയമല്ല അത്, കഴിവില്ല സമയം. കഴിവ് പോയ സമയത്താണ് ഈ വർത്താനം പറഞ്ഞത്, അല്ലേ? അപ്പൊ കഴിവുള്ള സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? മാപ്പ് കൊടുക്കേണ്ടത്. അത് മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പൊ നല്ല ശക്തമായ മനുഷ്യനും ശക്തമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ശക്തമായ ശരീരം അവിടെ ഉണ്ടാവൂ.
മനസ്സിന് ശക്തി ഉണ്ടെങ്കിലേ ശരീരത്തിന് എന്തുണ്ടാവുള്ളൂ, ശക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ദേഷ്യം വരുമ്പോൾ പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ നിയന്ത്രണം വേണം കേട്ടോ. സാധാരണ ദേഷ്യം പിടിച്ചാൽ മനുഷ്യന്റെ സൽബുദ്ധി ഇല്ലാണ്ടാവും. ദേഷ്യം പിടിച്ചാൽ പിന്നെ നല്ല ബുദ്ധിയല്ല, പിന്നെ എന്തൊക്കെ പറയാന്നുള്ള യാതൊരു ലൈസൻസ് ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് പറയാ ചെയ്യുക, അത് പിന്നെ ആലോചിക്കുള്ളൂ. കണ്ണ് കാണാത്തവനെ പോലെയാവും ദേഷ്യം പിടിച്ചാൽ. പിന്നെ കണ്ണൊന്നും കാണൂല. ആരാണ് അവിടെ ഉള്ളത്? ഞാൻ ആരും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ ദേഷ്യമായിട്ട് പിടിച്ചു, എനിക്കിനി അവിടെ ആരുണ്ടെന്നൊന്നും എനിക്ക് കണ്ണ് തന്നെ കാണില്ല. കണ്ണുകൊണ്ടാണോ ദേഷ്യം പിടിച്ചത്? അല്ല. അപ്പൊ കണ്ണ് കാണൂല. എന്നാലോ അവിവേകവും അധർമ്മവും അക്രമവും കോപം മൂലം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. അവിവേകം ഉണ്ടാവും, അക്രമം ഉണ്ടാവും, അധർമ്മം ഉണ്ടാവും. ഇതൊക്കെ ദേഷ്യം ഉണ്ടാവും. പിന്നെ നിയന്ത്രണം വിട്ട സംസാരം, പ്രവർത്തനം, ഇതൊക്കെ ഉണ്ടായിത്തീരും. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് നിയന്ത്രണം വിട്ട വർത്താനം പറയാൻ പാടില്ല, കണ്ണ് കാണാത്ത വർത്താനം പറയാൻ പാടില്ല. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു എന്നാ പറഞ്ഞത്. ചില പെൺകുട്ടികളൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഉമ്മനോട് അങ്ങോട്ട് ദേഷ്യം വന്നു. ഉമ്മനോട് ദേഷ്യം വരേണ്ട വർത്താനൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവാം. ഇത് അപ്പൊ അങ്ങനെ ഉമ്മാനോട് ദേഷ്യം പിടിക്കുന്ന ഒരാൾക്ക് എന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് ഈമാൻ ഉണ്ട് ഉണ്ടാവോ? നിങ്ങൾ ഈമാൻ ഉണ്ട് അടയാളം ഉണ്ടാ നിസ്കരിക്കുന്നുണ്ടോ അതോ ഉമ്രക്കോ ഏതോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഈമാൻ ഉള്ളതിന് അടയാളം, ഒന്നാമത്തെ അടയാളാണെന്ന് നിങ്ങൾ ദേഷ്യം പിടിക്കാൻ പാടില്ല. ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ഈമാൻ ഇല്ല. സത്യവിശ്വാസി ശാന്തശീലനാണ്, സഹനശീലനാണ്. മനസ്സിലായി? വെറുതെ ദേഷ്യം പിടിക്കാൻ പാടില്ല. അപ്പൊ ദേഷ്യം പിടിക്കുകയൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ ഇത്രയും പെണ്ണുങ്ങളുടെ നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിലേക്ക് ഞാനിവിടെ വന്നു പോകാൻ തുടങ്ങിയിട്ട് കൊല്ലത്രായി. എങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കി. ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഈ സ്ഥാപനം ഉണ്ടാവില്ല. അപ്പൊ പല കാര്യങ്ങളിലും ഞാൻ ഒരു ദേഷ്യം പിടിക്കേണ്ടി വരും. അതെന്തിനാ അറിയോ? ദേഷ്യം പിടിച്ചിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി ദേഷ്യം പിടിക്കരുത് അല്ലെ? ഞാനൊരു വലിയ ദേഷ്യക്കാരനാണ് എന്നൊക്കെ വരുത്തിയിട്ടെങ്കിലും കാര്യം നല്ല നടക്കട്ടെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. അത് ഉള്ളിലുണ്ടാവില്ല, പുറത്തേക്ക് അത് ഉണ്ടാവും. അതേ അവസരത്തില് ഇത് ഉള്ളും പുറം ഒരുപോലെ ആവും. കണ്ണ് കാണാണ്ട് വർത്താനം പറയും, അതാണ് അതിന്റെ അടയാളം. എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ആവും. മറ്റേ പറഞ്ഞിട്ട് ആയിക്കോട്ടെ ഒക്കെ അങ്ങനെ ഒരു ശിക്ഷ അല്ലെ, ഒരു ശിക്ഷ അങ്ങനെ കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒന്നല്ല ചെയ്യുക. ദേഷ്യം പിടിച്ചാൽ ഇന്നതാ ചെയ്യാന്നുള്ളത് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മൾ പിന്നെ ഒരു ശാന്തശീല സ്വഭാവം സ്വീകരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ സദീദു ബിസ്സുറാ, മൽപിടുത്തക്കാരൻ ശക്തനല്ല. ഇന്നമ ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവൻ ആരാണോ അവനാണ് ശക്തൻ, ആണായാലും പെണ്ണായാലും. ദേഷ്യം കിട്ടി വരും ചില സമയത്ത് അല്ലേ. ഇപ്പോ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു പണിക്കാരത്തിന്റെ കാര്യത്തില്ല. ഓള് രാവിലെ വരുന്നത് സാധാരണ 10 മണിക്കാണ്. ഒരു ദിവസം 12 മണിക്ക് വന്ന് നോക്കണം, പിറ്റത്തെ ദിവസം 1 മണിക്ക്, പിറ്റത്തെ ദിവസം. അപ്പൊ ആദ്യത്തെ ദിവസം വന്നു എന്താ അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം, വെറുതെ ഇപ്പം വന്ന് ഇപ്പൊ തന്നെ ചോറും വെച്ച് എനിക്ക് പോകാനായില്ലേ എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ ദിവസം 1 മണിക്ക് വന്നാലോ നിങ്ങൾ പറയോ ആയിക്കോട്ടെ ഉച്ചക്കലത്തെ ചോറുതാ അത് വേഗം തിന്നോളി എന്ന് പറയും. ഇല്ല. അപ്പൊ പിന്നെ നിങ്ങളെ വായെന്ന് വരുന്നത് ഇന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് എന്തുകൊണ്ട് അവിടെ 1 മണിയായി, എന്തുകൊണ്ട് 12 മണിയായി, അവൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവളെന്നെ പോലെ ഒരു പെണ്ണാണ്, അവൾ കഴിവില്ലാത്തത് കൊണ്ടാണ് എന്റെ വീട്ടു പഠിക്കൽ വന്നത്, അല്ലെങ്കിൽ എന്റെ പാത്രം തേച്ചു പറയാൻ അവള് വരില്ല, ഞാനാണെങ്കിൽ പോകുമായിരുന്നു, എന്നോടാണിത് പറയുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒന്ന് പറയാൻ. അതിന്റെ പേരാണ് വിവേകം. നേരെ മറിച്ച് നമ്മൾ ചിലപ്പോ ഇപ്പൊ ഇവിടെ വരുന്ന ചില പണിക്കാറ്റുകളുണ്ട്, ഓരോടൊക്കെ നമ്മൾ എന്ത് പറയും, നിങ്ങളെവിടെ കുറച്ച് നേരം മിണ്ടാണ്ടെന്നാക്കിയാണ്. അത് നാളെ നേരത്തെ വരാനുള്ള ഒരൊറ്റ ഐഡിയ ഉള്ളൂ അതിൻ്റെ അകത്ത്. മറ്റേ നിങ്ങളുടേതല്ല. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പൊ ചിലപ്പോൾ ഓള് നൊടിയണ്ട, എനിക്ക് വരണേ വന്നാൽ മതി, എന്നാ വരുന്നില്ല ആയിക്കോട്ടെ ഇല്ല അപ്പണി. അപ്പൊ ഈമാൻ പോണുണ്ടോ ഇത് പരിശോധിക്കുക. പണിക്കാറ്റി മാത്രമല്ല പോയത്, ഈമാനും അക്കൂട്ടത്തില് പോരേന്ന് പടിയിറങ്ങിയിട്ടുണ്ട്. അപ്പോ ദേഷ്യം പിടിക്കാൻ നമുക്ക് കേട്ടോ, കോപം വരുമ്പോൾ പിന്നെ എങ്ങനെ നിയന്ത്രിക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അള്ളാഹിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളിപ്പോ ദേഷ്യം പിടിക്കുന്നത് പറഞ്ഞാ, നമ്മൾ ദേഷ്യം പിടിച്ചാൽ അതിന് ദേഷ്യം പിടിക്കുന്നു. നമ്മളെപ്പോഴൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ടോ അപ്പോഴൊക്കെയും അള്ളാഹു നമ്മളുടെ നേരെ ദേഷ്യം പിടിക്കുന്നുണ്ട്, അത് നിങ്ങൾ അറിയില്ല. അപ്പൊ ഇബ്നു ഉമർ ചോദിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ അള്ളാഹിന്റെ കോപത്തിന് രക്ഷപ്പെടുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല
മാതാ യുൻകിദുനി മിൻ ഗളബില്ലാഹ്, എങ്ങനെയാണ് അള്ളാന്റെ കോപത്തിൽ നമ്മൾ രക്ഷപ്പെടേണ്ടത്? അപ്പോ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കുക, എങ്കിൽ നിന്നോട് അള്ളാഹ് കോപിക്കില്ല. കുറച്ച് പണിയാണ്, ഒരല്പം പ്രയാസമുള്ള പണിയാണല്ലേ. അള്ളാന്റെ കോപം കിട്ടാണ്ടൊക്കെ നമ്മൾ കോപിക്കരുത്. അപ്പൊ നമ്മൾ കോപിക്കുമ്പോഴൊക്കെ ആര് കോപിക്കുന്നുണ്ട്? അള്ളയും കോപിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹിന്റെ കോപത്തിന് വിധേയരാകും നമ്മൾ വളരെ വിദ്വേഷത്തോടും കോപത്തോടും കൂടി ആളുകളോട് പെരുമാറിയാൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദുസ്വഭാവങ്ങളിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ കോപിക്കാൻ പാടില്ല. ഇനി ആളുകളോട് സംസാരിക്കുമ്പോൾ ചിലര് ഇങ്ങനെ വെച്ച് സംസാരിക്കും. എങ്ങനെ വെച്ച് സംസാരിക്കുക? പിന്നെ ഇപ്പൊ ഒരു പെണ്ണുങ്ങളോടാണ്, ഓള് നിങ്ങളെക്കാളും ലേശക്ക് കഴിവ് കുറഞ്ഞോളായിരുന്നു, ഇപ്പൊ ലേശം കഴിവൊക്കെ കൂടി വരുന്നുണ്ട്, എന്നാൽ നിങ്ങളെ ഉള്ളില് ആ ആളോട് ആ അംഗീകാരങ്ങൾ കൊടുക്കാണ്ടൊക്കെയാണ് നിങ്ങൾ എങ്ങനെ സംസാരിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞു തരും, എന്നിട്ട് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾ പറയാം. എന്നിട്ട് നിങ്ങൾ അതാണോ അല്ലത് പരിശോധിച്ചാൽ. അല്ല പിന്നെ എൻ്റെ മോനിപ്പോ സൗദിയിലല്ലേ, ഓന അവിടുന്ന് ജയിലിൽ പിടിച്ചിന്ന് കേട്ട്. ഇത് ആ ആളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണോ അതോ അയാളെ ഇരുത്താൻ പറഞ്ഞാണോ? അല്ലെങ്കിൽ അല്ല പിന്നെ നിങ്ങളോട് ഇന്നലെ രാത്രി എന്തെങ്കിലും ഒരു ഒച്ച മൂപ്പരെന്നെ അടിച്ചത്? അല്ല ഞാനൊന്നും ഉണ്ടായിട്ട് ചോദിച്ചാലട്ടോ. ഞാൻ എന്താ അറിയോ, ഞാൻ അറിയില്ല, ഞാൻ ഇങ്ങനെ ജനാലിന്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണ് അടി കിട്ടുന്നുണ്ടോ ഇല്ലേ. വിശ്വസിച്ചേ ഇത് അള്ളാഹ് പറയാണ്, വൈലുല്ലി കുല്ലി ഹുമസ, കുത്തുവാക്ക്, അവഹേളിക്കുക, നിസ്സാരമാക്കുക, ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് നാശമാണ്. ആളെ അവഹേളിക്കുക, ആളെ നിസ്സാരമാക്കുക, ആൾക്ക് കുത്തുവാക്ക് ഉപയോഗിക്കുക, ഇവർക്ക് നാശമാണ്, നരകമാണ്. അപ്പൊ നരകത്തിലേക്ക് പോകുന്ന ദുസ്വഭാവത്തിൽപ്പെട്ടാണെന്ത്? ആളെ നമ്മൾ ആരെയും ചെറുതാക്കണ്ട, നമ്മൾ ആരെയും അവഹേളിക്കണ്ട, നമ്മൾ ആരെയും നിസ്സാരവൽക്കരിക്കരുത്. ലാ തഹ്തഖിർ അഹദൻ, ഒരാളെയും നിസ്സാരവൽക്കരിക്കരുത്. മഹ്മാക്കാന സഗീറൻ, എത്ര ചെറിയവനായിരുന്നാലും, ആളെത്ര നിസ്സാരനാണെങ്കിൽ പോലും നിങ്ങൾ എന്താക്കരുത്? നിസ്സാരവൽക്കരിക്കരുത്. ഒരു ആളിപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ് ഒരിക്കലും അടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ആടിന്റെ ഫിർസിൻ ഒരു കുളമ്പ് കൊണ്ടുപോയി കൊടുത്തു കറി വെക്കാൻ വേണ്ടി. ഓളെ കോക്ക് കിട്ടിയിരുന്നു. അപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മള് അങ്ങനെ ഒരു ആടിന്റെ കുളമ്പ് ആരെയും കൊണ്ടു തന്നാ എന്ത് പറയും? ആർക്കാ എന്റെ കുളമ്പ് വേണ്ടിയത് ചോദിക്കൂലേ? ചോദിക്കും. നമുക്കിപ്പോ ആരും കുളമ്പ് കൊണ്ടില്ല, പകരം ഇപ്പൊ പല സാധനം കൊണ്ടുവരും. ഓളോട് എന്തെങ്കിലും ഇപ്പൊ ചക്ക മുറിച്ചാല് ഒരു കണ്ട ചക്ക ആയിഷാത്തക്ക് എന്നിട്ട് ആയിഷാത്തക്ക് ഒരു കണ്ട ചക്ക കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾ എന്ത് പറയും? ആയിഷാത്ത വലിയ ആയിഷാത്താണെങ്കിൽ, ചെറിയ ആയിഷാത്താണെങ്കിൽ ഒരു ചക്ക തിന്നാൻ പൂതി വെച്ച് കുത്തിരിക്കുമ്പോഴാണ് ഇത് കൊടുന്ന് പറയും. വലിയ ആയിഷാത്താണെങ്കിലോ, ഏത് വലിയ ആയിഷാത്ത? തറവാട്ടിലെ വലിയ ആയിഷാത്താണെങ്കിൽ ആയിഷാത്ത പറയും, ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, ഈച്ച ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂല, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഈച്ചനെ കണ്ടുകൂടാ, അതിന്റെ ഇടയിൽ ഈ ചക്കി കൂടി വന്നാൽ ഈച്ചന്റെ ജമാറ്റിന് വരും, അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരണ്ട. എത്ര വേദന ഉണ്ടാവും ആ ചക്ക കൊടുന്ന പെണ്ണിന്, അത് ഇവർ ആലോചിക്കുന്നില്ല. ഇല്ല, ഇതുപോലുള്ള ചില നിസ്സാരമാക്കുന്ന ചില ഏർപ്പാടുകൾ നമ്മുടെ സംസാരത്തിൽ വരാറുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഒരാളുടെ അഭാവത്തിൽ ഒരാളെ പറ്റി സംസാരിക്കരുത്. ശീലിക്കാൻ പറ്റുമോ നോക്കേണ്ടി, കഴിയൂലട്ടോ. ഇന്നിപ്പോ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബാക്കി നമ്മൾ ക്ലാസ് ചെയ്യേണ്ടി പറയാന്ന് പറഞ്ഞു കേട്ടോ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഏതായാലും ഈ ഹദീസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നുണ്ടോ നമുക്ക് നോക്കാം, പരിശീലിച്ചു നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യരുടെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന്റെ ശിക്ഷയെ പറ്റി റസൂലുള്ള പറയുന്നു, മൻ അക്കല ബി റജുലിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാംസം ആരെങ്കിലും ഭക്ഷിച്ചാൽ, അഖിലത്തൻ ഒരു മാംസം ഭക്ഷിക്കൽ, ഒരു ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരാളെ കുറ്റം, ഫൈനല്ലാഹ യുതഇമുഹു മിസ്ലുഹാ മിൻ ജഹന്നം, അതുപോലെയുള്ള മനുഷ്യ ശരീരത്തിന്റെ മാംസം പടച്ച തമ്പുരാൻ നാളെ പരലോകത്ത് തിന്നാൻ തരും. അങ്ങനെ അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയുമ്പോ ആലോചിക്കുക, ഒരു രണ്ടായി ഉറപ്പായി, ഒരു കഷ്ണം നരകത്തേക്ക് കിട്ടലായി. അടുത്ത കുറ്റം പറയുമ്പോ അപ്പൊ ആലോചിക്കുക, രണ്ടാമത്തത് ഇപ്പൊ കിട്ടും, ഇപ്പൊ രണ്ടായി. എത്ര കിലോ ഉണ്ടെന്ന് പോണതിന് മുമ്പിനെ തൂക്കുക. ചിലപ്പോ ഒരു ദിവസം തന്നെ ഉണ്ടാവും 500 കിലോനൊക്കെ അല്ലേ. നരകത്തിലെ പാപികളുടെ പച്ച മാംസം അല്ലാഹു നിങ്ങളെ കൊണ്ട് ഇന്നെ കൊണ്ട് തീറ്റിക്കും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ
കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണെങ്കിൽ അയാളോട് പറയാം. കാരണം ആ കുറ്റം അയാൾ നന്നാവാൻ വേണ്ടി, തിരുത്താൻ വേണ്ടി സതുദ്ദേശപൂർവ്വം പറഞ്ഞതാണ് എങ്കിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ദുസ്വഭാവങ്ങൾ വരാതിരിക്കാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ എന്നും നിങ്ങൾ പ്രാർത്ഥിച്ചു. എന്നും പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന മനസ്സിൽ തട്ടിയിട്ടാണെങ്കിൽ അപ്പൊ തന്നെ ഇപ്പൊ ലുഹറിന് പ്രാർത്ഥിച്ചു, അപ്പം അസറിന്റെ ഇടയിൽ ഏതായാലും പറയാൻ കഴിയില്ല. അസറിന് തന്നെ പ്രാർത്ഥിച്ചു, അപ്പൊ മഗ്‌രിബിന്റെ ഇടയിൽ പറയാൻ കഴിയില്ല. അപ്പൊ ഒരു പ്രാർത്ഥന പഠിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകിറാത്തിൽ അഖ്ലാഖ്. ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് അല്ലാഹുവേ അതുണ്ടാകുന്നതിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വല്ല അഅ്മാലി വല്ല അഹ്വായി, ദുഷിച്ച പ്രവർത്തനങ്ങളും ദുഷിച്ച മോഹങ്ങളും ഉണ്ടാകുന്നതിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അള്ളാഹിനോട് രക്ഷ ചോദിക്കുക. ചീത്ത ദുഷിച്ച സ്വഭാവങ്ങളുണ്ട്. അതേ അവസരത്തിൽ ഈ നാവ് കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നല്ല കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പറയണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ചില ആൾക്കാര് മറ്റുള്ളവരെ പറ്റി മോശമായ അഭിപ്രായം വേറുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്ന രൂപത്തിൽ സംസാരിക്കുക. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ വേറുള്ളവരെ ഒരാളെ ഒന്നും പറഞ്ഞില്ല, വേറുള്ള ഒരാളെ പറ്റി ഇവർക്ക് മോശമായ അഭിപ്രായം ഉണ്ടാകത്തക്ക രൂപത്തിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അത് സഹാബത്തിന്റെ ഭാഗത്ത് ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിച്ചൊരു നിർദ്ദേശം കേട്ടു. നിങ്ങൾ സഹാബത്തിന് ലാ യുബല്ലിഗ്നി അഹദുൻ മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈഅ, എന്റെ സഹാബത്തിൽ നിന്ന് ഒരാളെ പറ്റി എനിക്ക് നിങ്ങൾ മുൻധാരണ ഉണ്ടാക്കരുത്. ഒരു മുൻധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒന്ന് സംസാരിക്കരുത്. ചിലപ്പം ആ ആള് ഇയാളെ പറ്റി നല്ല അഭിപ്രായത്തിൽ നിൽക്കുകയായിരിക്കും, അതിന്റെ ഇടയിലായിരിക്കും നിങ്ങൾ എന്ത് പറയാ, നിങ്ങൾ ആ വിചാരിച്ച മാതിരി നിങ്ങൾ വിചാരിക്കുന്നതിന് എനിക്കൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ് അത്ര വലിയ മുന്തിയ ആളൊന്നല്ല. അപ്പോ ഓല് എന്താ എനിക്കിപ്പോ തകരാറ്, അതൊന്നും ഇപ്പൊ പറയാത്തന്നല്ലേ, നോമ്പ് പോയിട്ട് അതൊന്നും പറയാൻ പറ്റൂല. എന്നാ നോമ്പ് കഴിഞ്ഞാൽ പറയാനുണ്ടോ? നോമ്പ് കഴിഞ്ഞാൽ ഒന്നും പറയാണ്ടായിട്ടല്ല, ഇവിടെ ദേഷ്യം തീർക്കണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾ റസൂലുള്ള പറയാണ്, എന്റെ മുമ്പിൽ മറ്റുള്ളവരെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടാകും വിധം സഹാബത്തിനെ പറ്റി നിങ്ങൾ എന്നോട് പറയരുത്. കാരണം ഞാൻ ഏറ്റവും നിർദോഷമായ ഹൃദയത്തോടു കൂടി എന്റെ സഹാബത്തിനെ നോക്കിക്കാണാൻ അങ്ങനെ പുറപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ കളിക്ക് ഒരു മുൻധാരണ ഉണ്ടാക്കി വെക്കുക. ശരിയല്ല? അപ്പൊ നമുക്കൊരാൾ മുൻധാരണ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമ്മൾ ചെല്ലുമ്പോ കണ്ടാവും ആ ആള് നമ്മളോടുള്ള പെരുമാറ്റം അല്ലേ. ചിലപ്പോ നല്ല ഇന്നലെ പെരുമാറിയ ആളായിരിക്കും, രാവിലെ ചെന്ന് നോക്കുമ്പോ അയാളെ മുഖലിൽ കൂടി കനത്തുകണം. അപ്പൊ നിങ്ങൾ തന്നെ പറയലുണ്ട്, ഞാൻ ഇന്നലെ വരെ ഒന്നും ചെയ്യും, ഇന്ന് എന്താന്ന് അറിഞ്ഞൂടെ അയാളുണ്ട് മോന്ത് അങ്ങനെ എന്റെ പഠിച്ചോനെ കടന്നൽ കുറ്റമായിട്ടുണ്ട്. ഒരു ഉപമ കൊണ്ട് കൊടുത്തു, ഇപ്പൊ കടന്നൽ കുറ്റമായിരിയാണ്. എന്താ കാരണം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഓളവകതായി ചിന്ത തുടങ്ങി, അതാരായിരിക്കും, ആര് പറഞ്ഞതായിരിക്കും. അപ്പൊ വേറെ ദുഷിച്ച ചിന്ത വരാൻ തുടങ്ങി. അപ്പൊ അത് നമ്മളെ അടുത്തുള്ള ഓള് ആവാൻ സാധ്യത ഉണ്ട്. അതിന് നമുക്കൊരു കാര്യം ചെയ്ത ഓള് എന്നെയാണോന്ന് പരിശോധിക്കാൻ വെറുതെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കുക. ഹലോ എന്ന് പറയുമ്പോ മനസ്സിലാവും. ഹലോ, ഞാൻ വിചാരിച്ചില്ല, അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു തകരാറുണ്ട് അവിടെ എന്നറിയുന്നുണ്ട്. ബെബെന്ന് ഫോണിൽ വരുന്നുണ്ട്. അപ്പൊ അവള് തന്നെ ആയിരിക്കും അതിന്റെ കാരണക്കാരി. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് എന്താ പെണ്ണുങ്ങൾ യന്ത്രിയറിയോ, അതല്ലോ പഠിച്ചോളി നിങ്ങളെ. ഭയങ്കര യന്ത്രികളാ ഫോണോണ്ട് കളിച്ചിട്ട് അതിന്റെ നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പോലീസിൽ നിൽക്കാഞ്ഞത് തമാശല്ല, കേസ് കൊളായി കിട്ടും. അത്ര ഭയങ്കര മൈന്യൂട്ടല്ലേ. ഭർത്താവിന് കിട്ടാത്ത പല അറിവും ഭാര്യക്ക് കിട്ടും. പെട്ടെന്ന് വെറുതെ ഒന്ന് കണ്ട ഇപ്പൊ ഒരാളുടെ വല്ലതും കിട്ടണമെങ്കിൽ ഒന്നും പറയാണ്ടവരങ്ങൾ ഇങ്ങനെ മോൻ കനിപ്പിച്ച് നിൽക്കും. അപ്പൊ മറ്റുള്ള എന്താ നിങ്ങൾക്ക് ഒരു വല്ലായ്മ? ഒന്നുമില്ല. അല്ല എന്തോ മുഖത്തെന്തോ ഉണ്ട്, എന്തേനി അല്ല എന്തേനി കാരണം അല്ല എനിക്ക് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിന്നത് നേരത്തെ. ഇജാതി സാധനം ദുനിയാവിലൂടെ ഉണ്ടാവും. അതാണ് ഈ പെണ്ണ് കറക്കാൻ ഭയങ്കര കഴിവാ. ഏതാട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നിങ്ങൾ ഒരു കാരണവശാലും എനിക്ക് മോശമായ ഒരവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് എന്റെ സഹാബത്തിനെ പറ്റി ഉണ്ടാകും എന്ന് നിങ്ങൾ സംസാരിക്കരുത്. എന്നാൽ നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി, നാവിന് പറയാൻ വളരെ എളുപ്പമുള്ള രണ്ട് പദം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. റസൂലുള്ള പറയാം, നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള സഖീലത്താനി ഫിൽ മീസാൻ, ആ രണ്ട് പദവും നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഏറ്റവും ഘനം തൂങ്ങുന്ന സംസാരവുമാണ്. ഹബീബത്താനി അൽ റഹ്മാൻ, കാരുണ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പദം.
അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം, അള്ളാഹുവിന്റെ പരലോകത്ത് ഏറ്റവും കനം തൂകുന്ന പദം, ആ രണ്ട് പദം, ഒന്ന് സുബ്ഹാനല്ലാഹ് വ ബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് നിങ്ങൾ, അതാണ് നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. ഈ പറഞ്ഞതിനൊക്കെ പകരം അതായി മാറുക. പിന്നെ രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ആരെങ്കിലും പേരിൽ നിങ്ങൾ ലന്ന് വിചാരിക്കരുത്, ഊഹം വിചാരിക്കരുത്, ഓളായിരിക്കും അത് പറഞ്ഞത്, ഇവളായിരിക്കും, അതൊന്നും വിചാരിക്കരുത്. ഇന്നല്ലന്ന ബാലല്ലി ഇസ്മുൻ, പാപമാണ്, പാപമാണ്. ഫജ്തനിബൂഹു, ഉപേക്ഷിക്കണം. ഊഹം ഒരാളെ പറ്റി ഊഹിക്കരുത് കേട്ടോ. അയാളായിരിക്കും, അയാൾ പറഞ്ഞതുകൊണ്ടായിരിക്കും ഇപ്പൊ അങ്ങനെ പെരുമാറുന്നത്, അല്ലെ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതിലേക്ക് നിങ്ങൾ പെരുമാറുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത്, എന്നാൽ ആരുടെയും അഭിമാനം നിങ്ങൾ തകർക്കരുത്. ആരുടെയും, ഏതൊരാളുടെയും നിസ്സാരമായിട്ട് ആളെ കാണരുത്. അതിപ്പോ എത്ര ഞാൻ പറഞ്ഞാലുണ്ടാവും. കാരണം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ തറവാടിത്വം വലിയവരെയും നമ്മൾ വലിയ മുന്തിയ ആൾക്കാരാണെന്നുള്ളത് തോന്നലും ഇതൊക്കെ നമുക്ക് ഉണ്ടാവുമ്പോൾ അതൊരിക്കലും അങ്ങനെ പെട്ടെന്ന് പോവില്ല. എന്നാലും അതിന്റെ ശിക്ഷ അറിയുമ്പോ ഒയ്യാൻ കഴിഞ്ഞാലോ അയച്ചിട്ട് ഞാൻ പറയണം. ശ്രദ്ധിച്ചു, മാമിൻ മുസ്ലിമിൻ യറുദ്ദു അൻ ഇർളി അഖീഹി ഇല്ലാ കാന ഹഖ്ഖൻ അലല്ലാഹ് അൻ യറുദ്ദ അൻഹു നാറ ജഹന്നം യൗമൽ ഖിയാമ. ഒരാളുടെ അഭിമാന ക്ഷോഭം നിങ്ങൾ നടത്താതിരുന്നാൽ പടച്ച തമ്പുരാൻ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തൽ അള്ളാന്റെ ബാധ്യത ഉണ്ട്. ഒരാളുടെ അഭിമാനക്ഷോഭം നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല് അള്ളാന്റെ ബാധ്യതയാണ് കേട്ടോ. സുമ്മ തലാ ഹാദിഹില്ലായ, എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തിന് ഓതി കൊടുത്തു, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കേണ്ട ബാധ്യതയെ നമുക്കുള്ളൂ, അവരെ അഭിമാനക്ഷോഭം നടത്തേണ്ട ബാധ്യത നമുക്കില്ല. നടത്തിയാൽ നിങ്ങൾ അറിയുക, നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തൂല കേട്ടോ. അതുപോലെ തന്നെ ഈ തോന്നിവാസ വർത്തമാനങ്ങൾ പറയാൻ നാവ് നിങ്ങൾ ഉപയോഗിക്കരുത്. വെറും തോന്നിയാസം, അരാക്കിപ്പെട്ടുള്ള വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് തോന്നിയാസം അങ്ങനെ പറയാ, അങ്ങനത്തെ ആൾക്കാരായിട്ട് കൂട്ടുകൂടുക, എപ്പോ പറഞ്ഞാലും ദ്വയാർത്ഥമുള്ള ഡയലോഗ് അടിക്കുക, ഇതൊക്കെ നാവുകൊണ്ട് തന്നെയുള്ളോ. എപ്പോ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിനൊരു ഡബിൾ മാനാ അല്ലേ. തോന്നിയാസം അങ്ങനെ പറയാൻ ഭയങ്കര, തോന്നിയാസം കാണാൻ ഇഷ്ടം. ചിലരൊക്കെ തോന്നിയാസം ഇഷ്ടം ആളുകളെ മുമ്പിൽ എന്താവും എന്ന് വെച്ചാൽ അതൊന്നും ഇവിടെ വേണ്ട, ഒന്നും ഇവിടെ വേണ്ട, ഇവിടെ ഒന്നും വേണ്ട, എന്നിട്ട് എല്ലാവരും പോയതിന്റെ ശേഷം ഓളൊറ്റക്ക് കാണും. അതോൾ തോന്നിയാസല്ലേ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ലം യകുൻ ഫാഹിഷൻ, നബി അശ്ലീലം പറയില്ല, അശ്ലീലേ പറയാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മുതഫഹിഷൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ലീലത്തിൽ ഏർപ്പെടില്ല. കുറെ ആൾക്കാർ അശ്ലീലം പറയുകയാണെങ്കിൽ നബി അവിടെ നീച്ചു പോകും. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒരു 4 കാലത്തോട്ടേ കിട്ടിയാൽ മതി. ഇവളെ കല്യാണം ഇന്നലെ ഇല്ലേ, ഇവളെ ആദ്യ രാത്രി, ഓഹോ ഇതൊക്കെ മതി എടാ. പെണ്ണുങ്ങൾ മോശ ആണോ? അല്ല, അതൊക്കെ പട്ടി പോലും പറയില്ല. അങ്ങനെ ഇവിടെ നാട്ടിൽ നടക്കുന്ന പട്ടി നായൊക്കെ പെറ്റി നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഒരു പട്ടി ഇന്നലെയല്ലേ എന്ന് വെക്കില്ല. പക്ഷെ പട്ടിക്ക് പോലും നമ്മളെ കണ്ടാൽ അറപ്പ് തോന്നും വിധമുള്ള ദുസ്വഭാവങ്ങൾ, അശ്ലീലങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് കേട്ടോ. നബി അങ്ങാടികളിലൊന്നും തെരുവുകളിലൊന്നും ഒച്ച വെക്കൂല. ചിലയിടത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മളൊക്കെ നിക്കായിന് വരെ ചെന്നാൽ ആണുങ്ങൾ ഒരൊച്ചയും കേൾക്കൂല. ഒരു ഹാളിൽ വന്ന പെണ്ണുങ്ങളെ സൗണ്ടാണ്, ഭയങ്കര സൗണ്ടാണ്. ഒരു പള്ളിയിൽ ജുമാക്ക് വന്ന ആണുങ്ങളെ വർത്താനം ഒന്നും കേൾക്കൂല, പെണ്ണുങ്ങളെ വർത്താനം അലാക്കിന്റെ വർത്താനം അല്ലേ. എല്ലാ സ്ഥലത്തും ഒരാണ് വർത്താനം പറഞ്ഞു കണ്ട് നിങ്ങൾ കംപ്ലൈന്റ് കിട്ടുന്നത് ഇല്ല. നേരെ മറിച്ച് എനിക്ക് എത്രയോ പ്രാവശ്യം പലരും പറയാറുണ്ട് എന്നോട്, അവിടെ വർത്താനം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ജുമാ ഖുത്ബ നടക്കുന്ന സമയത്ത് ലാ തകല്ലം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ആരെയും പറഞ്ഞു സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ഫഖദിലക, അതെന്നില്ല കുറ്റ, അത്ര ഇതാണ്. അപ്പൊ അത് ആളുകൾ ശ്രദ്ധിക്കാറില്ല. വർത്താനം പറയാൻ അള്ളാഹ് കൊടുത്തൊരു കഴിവുണ്ട്, ആ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലും പറയരുത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അശ്ലീലം ഒരിക്കലും പറയരുത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഒരു ആരെ പറ്റിയൊന്നും പറയരുത്. നിങ്ങൾക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യം ഒരാൾ നിങ്ങളോട് പറയാണ് ഓരങ്ങനെ എന്ന് വെച്ചിട്ട് അത് കേട്ടിട്ട് അതനുസരിച്ച് നിങ്ങൾ പറയരുത്, ഒരു കാരണവശാലും പറയരുത് കേട്ടോ. അത് ഞാൻ നിങ്ങളോട് വിലക്കുകയല്ല, നിങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു മാത്രം കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ ലാ അഖ്ലക തദബ്ബുരി, മുന്നാലോചനക്ക് തുല്യമായ ആലോചനയില്ല. എന്താ പറഞ്ഞത്? അൽ ലാ അഖ്ലക തദബ്ബുർ, തദബ്ബുറിനെ പോലെ
തദബ്ബുർ പറഞ്ഞാൽ മുന്നിട്ട് ആലോചിക്കുക. മുന്നിട്ട് ആലോചിക്കുന്നത് പോലെ വേറൊരു ആലോചനയില്ല. എപ്പോഴും ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ മുന്നിൽ ആലോചിക്കണം, എന്നിട്ടേ പറയാവൂ. ആലോചന മുമ്പിൽ വരണം, എന്നിട്ടേ പറയാവൂ. നമ്മളങ്ങനല്ല, പറഞ്ഞ ശേഷം ആലോചിക്കണം. അങ്ങനെ പറഞ്ഞു പോയിട്ടോ പിന്നെ എനിക്ക് ആലോചന വന്നത്, അത് പറ്റില്ല. നമ്മൾ പെണ്ണുങ്ങളാണ് അറിയാം, ഓലോട് അങ്ങനെ പറയണ്ടില്ലേ. അപ്പൊ അമ്മ പറയും ചിലപ്പോ എന്തിനാണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു, അത് പിന്നെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചത്. അങ്ങനല്ല വേണ്ടത്. ഇസ്ലാം എന്താ പറഞ്ഞത്? ലാ അഖ്ലക തദബ്ബുരി, മുന്നാലോചനക്ക് തുല്യമായ ആലോചനയില്ല. വലാ വറാഖൽ കഫി, ഒഴിഞ്ഞു നിൽക്കൽ എന്തല്ല, സൂക്ഷ്മതയല്ല. ചില ആൾക്കാർ ആരെയും വർത്താനം പറയുകയാണെങ്കിൽ ഇതിലൊന്നും പെടണ്ട, ഞാൻ ഇതിൽക്കൊന്നുമില്ല, അവിടെ ആരാ പറഞ്ഞാ പറഞ്ഞോട്ടെ ഞാൻ പോവുകയാണ്, അതും സൂക്ഷ്മതയല്ല. ആളുകൾ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറയാനുള്ള ഒരു സദസ്സാക്കി മാറ്റണം നമ്മളുണ്ടെങ്കിൽ. അവിടെ ചീത്ത കാര്യങ്ങൾ പറയുന്ന ഒരു സദസ്സാണെങ്കിൽ ആ സദസ്സിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ പാടില്ല, നമുക്ക് എത്ര നല്ല കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കേണ്ട. മാറി നിൽക്കൽ എന്തല്ല, സൂക്ഷ്മതയല്ല. വലാ ഹസനക ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവത്തിന് തുല്യതയുള്ള ഒരു കുലീനതയുമില്ല. ഒരാളുടെ കുലീനതയും തറവാടത്തും നിങ്ങൾ കാണേണ്ടത് അവരുടെ സ്വഭാവത്തിൽ നിന്ന്. ഈ സ്വഭാവം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ല കുലീനതയുള്ള പെണ്ണാണ്, അങ്ങനെയല്ല പറയാ. അവൾ നല്ല കുലീനതയുള്ള പെണ്ണാ, തറവാട്ട് പറഞ്ഞതാ, നല്ല ബീജത്തിലുള്ളതാ, അല്ലാണ്ട് നിങ്ങൾ അയകോയമ്പാൻ സാധനം നല്ലത് പറയില്ലേ. ഇതങ്ങനല്ല, ഇതങ്ങന്റെ തൊള്ള തുറന്നുകൂടെ ചെയ്യ. മറ്റേ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ പോലെ അല്ലയോ മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. അത് ഒരു ഉഗ്രവിഷമുള്ള മൂർഖനാണ്, അത് നിന്നെ കടിക്കാതിരിക്കട്ടെ. നാവോണ്ടാണ് ആള് കടിക്കല്, വല്ലോണ്ടല്ല. പോയി ആണോ ആണോ നല്ല മൂർഖൻ വിഷ എതിർത്ത് ഹദീസ് ബൈത്ത് അത് സൂബാനാണ്, അത് കടിക്കും. പിന്നെയോ അദ്ദേഹം പറയാണ്, കംഫിൽ മക്കാബിരി മിൻ ഖതീലി ലിസാനിഹി കാനത് തുഹാബു ലിഖാഉഹു ശജാനു. നാവ് കാരണത്താൽ എത്ര ആളുകളെ ഖബറിലടക്കം ചെയ്യപ്പെടേണ്ടി വന്നു. ഒരാളുടെ വാക്ക് കാരണത്താൽ എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു. എത്ര കൊലപാതകങ്ങൾ നാവിന്റെ പേരിലുണ്ടായി. നാവ് വരുത്തി വെച്ച വനകാരണത്താൽ എത്രയോ ആളുകൾ, അത്തരം നാവ് കാരണത്താൽ എത്രയോ ധീരന്മാർ പോലും ഇവരെ പേടിക്കുകയാണ് നാവിനെ. ഏത് ധീരൻക്കും പേടിയാണ്. ചിലരൊക്കെ പറയും ഭയങ്കര ധൈര്യവാനാണ്, ചിലർ നാവിന്റെ മുമ്പിൽ ഒരു പതറിപ്പോകും. അതാ കാരണം ധീരന്മാർക്കും പേടിയാണ് നാവിനെ. മനസ്സില്ല, ചില നല്ല ധീരന്മാരായിരിക്കും, ചില പെണ്ണുങ്ങൾ വീട് വന്ന് എന്താണ്ടാ ചോദിച്ചാൽ മതി, ഒന്നുമില്ലോ. കാരണം എന്താ, അത് വരാൻ പോണത് നല്ല മൂർഖബാബാൻ വരുന്നത് അല്ലേ. ഇപ്പോ നിങ്ങൾ ഒരു ട്രെയിനിൽ കയറി വെക്കേണ്ടി, അവിടെ ആരെങ്കിലും ഒരു പെണ്ണുങ്ങൾ വന്നാല്, പെണ്ണുങ്ങൾ നിന്നാല് അല്പെങ്കിലും മാന്യത കാണിക്കുക ആണുങ്ങളാണ് ഉണ്ടെങ്കിൽ. ഒരാൾ നീച്ചൊത്തിട്ട് മാമ അവിടെ ഇരുന്നോളി അറിയാം. ഒരു ഉമ്മാമ അവിടെ വന്നാലും ചെറുപ്പക്കാറ്റ് ഓള് പിന്നെ പുറത്തേക്ക് മാത്രമേ നോക്കുള്ളൂ, ട്രെയിനിന് ഇങ്ങോട്ട് നോക്കുകയില്ല. കാരണം ഇവിടെ മാമ ഉണ്ടായിരുന്നില്ല, ഇത് പാപ്പുണ്ടായിരുന്നില്ല. ഒരു കാക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. വളരെ ഈ മനസ്സ് വളരെ മോശമാണ്. ആണുങ്ങൾക്ക് ചിലപ്പോ തോന്നും, ആണുങ്ങൾക്ക് ചിലപ്പോ മാമനോട് തോന്നുന്നത് നിങ്ങൾക്കറിയാലോ, വേറെ കാരണമൊന്നുമില്ല അല്ലേ. അപ്പോ ആ നിലക്ക് പലപ്പോഴും ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പോലും നിങ്ങളെ ഭാഗത്ത് വരില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ മൂർഖം പാമ്പെന്നല്ല, എട്ടടി മൂർഖം മാത്രല്ല, നിങ്ങൾ നല്ല രാജവമ്പാല മാത്രല്ല, എന്തുമായി മാറും, കൊത്തിയിട്ട് പറന്നു കൊത്തും. അതിപ്പോ റമദാൻ കഴിയട്ടെ, ഇപ്പൊ കുതിരിക്കനായിട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് ഈ നിലക്ക് ഉള്ള ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവരെ അള്ളാഹു ഒരിക്കലും പിന്നെ എന്ത് ചെയ്യില്ല, രക്ഷപ്പെടുത്തൂല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ ഒരാളുടെയും ന്യൂനത അന്വേഷിച്ച് നടക്കരുത്. ദുസ്വഭാവം, ആർക്കെങ്കിലും ന്യൂനത ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്.
കേട്ടോളി. റസൂലുള്ളാഹി ഒരിക്കൽ മിമ്പർമ കയറി. സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറ, നബി മിമ്പർമ കയറി. ഫനാദാ ബി സൗത്തിൻ റഫീ, ശക്തമായ ഭാഷയിൽ നബി പ്രസംഗിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യഫ്ലിൽ ഈമാൻ ഇലാ ഖൽബിഹി, മനസ്സിലേക്ക് ഈമാൻ വന്നിട്ടില്ലാതെ നാവ് കൊണ്ട് മാത്രം മുസ്ലിങ്ങളായവരെ എന്നാണ് നബി വിളിച്ചത്. നാവുകൊണ്ട് മാത്രം മുസ്ലിമായവരെ, കൽബിൽ ഈമാൻ ഇല്ലാതെ നാവ് കൊണ്ട് മാത്രം മുസ്ലിമായവരെ എന്ന് വിളിച്ചിട്ട് പറയാം. ലാ തുഅ്ദുൽ മുസ്ലിമീന വലാ തുഅയ്യിറുഹും, നിങ്ങൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കരുത് കേട്ടോ. നാവുകൊണ്ട് നിങ്ങൾ അവരുടെ ന്യൂനതകൾ കണ്ടെത്തരുത് കേട്ടോ. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ പോരായ്മകളും അവരുടെ വൈകല്യങ്ങളും കണ്ടെത്തരുത് കേട്ടോ. ഫഇന്നഹു മൻ തത്തബ്ബ ഔറത്ത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ തത്തബ്ബ അല്ലാഹു ഔറതഹു യഫ്ലിഹു വലൗ ഫി ജൗഫി റഹ്ലതിഹി, പടച്ച തമ്പുരാൻ അവന്റെ എല്ലാ ന്യൂനതകളും, അള്ളാഹു മറച്ചു വെച്ച ന്യൂനത പോലും അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അതവൻ ചെയ്തത് അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ വെച്ച് ചെയ്ത തെറ്റാണെങ്കിലും അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും. എന്താ പറഞ്ഞത്? കാരണം മനസ്സിലായി, നിങ്ങള് ഒരാളുടെ ന്യൂനത അതെന്തായിരുന്നു, ഇതെന്തായിരുന്നു. ചിലവരൊക്കെ ഉണ്ട്, ആരെങ്കിലും വീട്ടിൽ പണിക്കാറ്റിയൊക്കെ വന്നാല് ആരുടെ കുറ്റം കണ്ടെത്തണം അല്ലെ. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഈ അവിടെ പോക്കുണ്ടല്ലേ, ഓലെങ്ങനെയാ, നല്ല സ്വഭാവ, ഓലെ മോളെങ്ങനെയാ, ഓലെ മോളെ പേരിൽ എന്നാളെന്തോന്ന് കേട്ടല്ലോ, അത് എനിക്കറിയാം അതിനെപ്പറ്റി, എന്താവശ്യമുണ്ട് പറയില്ലേ, ചോദിക്കലില്ലേ ഇല്ലേ? എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു ശേഷം ചില പെണ്ണുങ്ങൾ, ഇത് അങ്ങനത്തെ വർത്താനൊന്നും ഇവിടെ അന്ന് പറയരുതേ, നമുക്കിതൊന്നും പറയാൻ പാടില്ല, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് റെഡിയാക്കിയതിന് ശേഷം പറയാനുണ്ട്. നമ്മൾ അങ്ങനത്തെ, നിങ്ങൾക്ക് അറിയാലോ, ഖുർആൻ ക്ലാസ്സിലൊക്കെ പോണോല, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഖുർആൻ ക്ലാസ് പോകുന്നുള്ള വിവരം അറിഞ്ഞത്. മനസ്സിലോ? അപ്പോ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞമ്മക്ക് അള്ളാഹു മാപ്പാക്കി തന്ന ചില കാര്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹു ദുനിയാവിൽ നമ്മൾ തെറ്റ് ചെയ്തു. ആ തെറ്റ് അള്ളാഹു ദുനിയാവിന്ന് ആരെ ശ്രദ്ധയിലും പെടുത്തിയില്ല, നമ്മൾ അള്ളാഹു രക്ഷിച്ചു. ആ തെറ്റ്, അത്തരം തെറ്റ് അള്ള പരലോകത്ത് കൊണ്ടില്ല. അത്തെറ്റ് നിങ്ങൾ വേറൊരാൾക്ക് തെരഞ്ഞെടുന്നാൽ അത്തെറ്റും കൊണ്ടുവരും. ഇപ്പൊ വിഷയം മനസ്സിലായ? നിങ്ങൾ വേറൊരാളുടെ തെറ്റ് ന്യൂനതയൊക്കെ തെരഞ്ഞുകൊണ്ട് നടന്നാൽ നിങ്ങളത് മറച്ചു വെച്ച ന്യൂനതല്ലേ, അത് പടച്ചോ പരലോകത്ത് കൊണ്ടുവരും. ഇങ്ങനെ നന്നാകുകയാണെങ്കിൽ ഒരു മുസ്ലിം എത്ര നന്നായി ഉണ്ടാവില്ലേ. എന്തെങ്കിലും ഉണ്ടാകാൻ നമുക്ക് അസ്സലാമു അലൈക്കും, അസ്സലാം, എവിടെ പോവാണ്? സൂപ്പർ മാർക്കറ്റിൽ. ഞാൻ ആസ്പത്രിയിലേക്ക്, അസ്സലാമു അലൈക്കും, പോട്ടെട്ടോ, അള്ളാഹു എല്ലാ കാര്യത്തിലും ഹൈറാക്കട്ടെ. ഇതിൽ കഴിഞ്ഞ് വർത്താനുണ്ടാവോ? ഉണ്ടാവോ? നല്ല സ്നേഹം ഉണ്ടാവില്ലേ? ആരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാവും? ഇവിടെ നമ്മൾ അങ്ങനല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആളുകളെ എല്ലാ അർത്ഥത്തിലും മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ന്യൂനത കണ്ടെത്തി അതിന് വർത്താനം പറഞ്ഞ് അതിനാളായി. ചിലതൊക്കെ കുടുങ്ങലുണ്ട് ചില പെണ്ണുങ്ങൾ. അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോളി, ഓളോട് ചോദിച്ചോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിച്ചോളി, ആരാത് പറഞ്ഞ് കൂട്ടി ചോദിക്കാലോ. എന്നിട്ട് ഓളിയും കൂട്ടിക്കൊടുത്ത് ബളിയും കൂട്ടിക്കൊടുത്ത് റബ്ബുല്ലാലമിനായ തമ്പുരാൻ. അപ്പൊ മറ്റോള്, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഇനി പറയൂല, ഇനി സുബറോളം അടുത്ത് കണ്ടാലും അറിയില്ല, ഇനി സുബറോളം അടുത്ത് കണ്ടാലും ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് പിന്നെ 2 ദിവസത്തേക്ക് മുൻതൂല. നമ്മളെന്തേ പറഞ്ഞിട്ടൊന്നും ആവണ്ട. ഇത് നരകത്ത് പോണതിനെ പറ്റി പേടിച്ചിട്ടല്ല, ഈ ജാതി കൂട്ടിവിളി ചോദിച്ച് കേട്ടിട്ട് അടന്നുപോയി. മറ്റേത് ഡബിൾ എം എ ഉള്ളതാണ്. ഇത് ഡയലോഗിലെ അവലെ പറ്റിയാ പറഞ്ഞു പോയത്. ഇതുവരെ പറഞ്ഞത് LKG പഠിക്കുന്ന ആൾക്കാരെ പറ്റി, നാവ് LKGക്ക് പഠിക്കുന്നവരെ പറ്റി പറഞ്ഞാൽ ഓലെന്തെങ്കിലും ആയിക്കോട്ടെ, ഓലെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഓലും അവധിയായിട്ട് ആയിക്കോട്ടെ എന്ന് പറയും. LKG പഠിക്കുന്നവര്, ഡബിൾ MA പഠിക്കുന്നവരല്ല, അതല്ല പറയാ. ഓളങ്ങനെ പറഞ്ഞിരിക്കണോ? വിടൂല, ഞാൻ ഇന്ന് വിടൂല, ഞാൻ കച്ചേരിയാണെങ്കിൽ വിടൂല. കച്ചേരിയല്ല, അതൊരാളെ പേരാ. നമ്മളെ ടൗണിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ഇടുന്ന പേരാ. ഖദീശയി ആയിരിക്കും, പിന്നെ അത് വിളിച്ച് കച്ചേരിയാവും, അങ്ങനൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ കേട്ട് വളർന്ന ഒച്ച പറഞ്ഞതാ. അപ്പൊ കച്ചേരി വിടൂല. അപ്പൊ കച്ചേരി നല്ലോണം പട പൊരുതിയിട്ട് അത് ഒരു ബൈക്കാക്കി തരും. അങ്ങനെ ചിലരൊക്കെ അന്തം വിട്ടൊക്കെ ഉണ്ട്. ചിലരെ കണ്ടാല് മുഖമൊക്കെ ഇങ്ങനെ ബാടി തള്ളുണ്ടാവും. എന്താ പ്രശ്നം? ഒന്നുമില്ല, അജാതി ഒന്നി കുടുങ്ങിയതാ. ഒരു 10 കൊല്ലത്തെ ആയുസ് പോയി പോകും ഇവരെ കുടുങ്ങിയാല്. ഇത് പരലോകത്ത് കുടുങ്ങിയതല്ല, പരലോകത്ത് കുടുങ്ങിയതല്ലല്ലോ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആലോചിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരെയും ഒരാളുടെയും
അഭിമാനം ചോരരുത്, ഒരാളുടെയും ചെറുതാക്കി സംസാരിക്കുക. ഇതൊക്കെ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന നിസ്കരിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ അത് അങ്ങനെ വിചാരിക്കല്ലേ കേട്ടോ. കുറച്ച് ഖുർആൻ ക്ലാസ്സിന് പോവുക, കുറച്ച് അതിന് പോവുക. ഇന്നിപ്പോ ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ആണും പെണ്ണും ഒന്നും തൽക്കാലം പെട്ടെന്ന് നരകത്തിന് കഴിച്ചില്ലാവും തോന്നില്ല. അത്രമാത്രം നാവ് കൊണ്ട് ദ്രോഹിക്കുന്നുണ്ട് ആൾക്കാരെ അല്ലേ. ഒരു നല്ല സ്വഭാവം തന്നെയല്ലേ ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർദ്ദിക്കരുത് നിങ്ങൾ, വാക്കുണ്ടായിരുന്നാലും പ്രവൃത്തി ഉണ്ടായിരുന്നാലും. ഇയ്യാക്ക ദഅവത്തുൽ മദ്ലൂം, അക്രമിയുടെ പ്രാർത്ഥന സൂക്ഷിക്കണം കേട്ടോ. LKG പഠിക്കുന്ന പോലെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. കാരണം അവര് അള്ളാഹിനോട് ആയിക്കോട്ടെ അറിഞ്ഞപ്പോ ഈ അയക്കേണ്ട, അള്ളാഹിനോടല്ല ഞാൻ ആയിക്കോളാറിയണ്ട, ബേജാറാണ് കേട്ടോ. ഓളാ പറഞ്ഞ വാക്കിൽ നീ ബേജാറാവണം. ചിലവർക്ക് അങ്ങനെ പറഞ്ഞാല് ആയിക്കോട്ടെട്ടാ. ചിലർ പൈസ കടമായിട്ട് കൊടുക്കൂല, കൊടുക്കാണ്ട് വന്നിട്ട് പിന്നെ അവസാനം 4 വട്ടം ചോദിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോ പിന്നെ അവസാനം അല്ല നിങ്ങൾ ഇന്നാൾ തരാ അറിഞ്ഞ അന്ന് വന്ന് തരാനില്ലായിട്ടല്ലേ തരുമല്ലോ, നമ്മൾ തരും, നമ്മൾ നാട്ടിട്ടൊന്നും പോലില്ല, നമ്മൾ നാട്ടിട്ടൊന്നും പോലില്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടിട്ടൊന്നും പോലില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ നേരെ കുറെ വർത്താനം പറഞ്ഞ പോകാൻ പറയും, ഞങ്ങൾ തരണില്ലേ തരണ്ട, ഞാൻ പരലോത്ത് പരലോത്തുനിന്ന് വാങ്ങാം. അവൻ കഴിച്ചില്ലായി, അവൻ അത് പരലോത്തായി കിട്ടാൻ കാത്തിക്കവന്. ഇത് ബില്ല് ഈ ചെക്ക് മാറുന്നത് പരലോത്തിനാണെങ്കിൽ മൂപ്പർക്ക് സന്തോഷമായതാ മൂപ്പര് വിചാരം. കുടുങ്ങി കേട്ടോ. പടച്ചോനോട് ഈ അവകാശവൻ ചോദിക്കും മർദ്ദിതെ കേട്ടോ. അള്ളാഹ് ഒരു അവകാശിന്റെ അവകാശം ഒരിക്കലും തടിയില്ല, വാങ്ങി അങ്ങ് കൊടുക്കും. വാങ്ങി കൊടുക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഇവിടുന്നാണ്ട് പറഞ്ഞ് അങ്ങനാണ്ട് കഴിച്ചില്ലായ അങ്ങനാണ്ട് പോവാന്ന് വിചാരിച്ചോ, ഒരിക്കലും ശരിയാവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ നാവ് നേരാവാതെ, നാവ് നേരക്കാവാണ്ട് നിങ്ങളെ ഹൃദയം നേരാവില്ല, നിങ്ങളെ ഈമാൻ നേരാവാവില്ല. ഹൃദയം നേരക്കണം, എന്നാ നാവ് നേരാവണം. എന്താ വേണ്ടത്? നാവും ഹൃദയവും ഒരേ സ്ഥലത്താട്ടോ. നല്ല അല്ലേ നോക്കേണ്ടി. നിങ്ങളുടെ അവിടെ ഇതുവരെ നോക്കിയില്ല എന്നുള്ളേ. നാവ് എവിടെ നാവ് നോക്കില്ല, ഹൃദയം എവിടെ നോക്കില്ല. ഇത് രണ്ടും നേരക്ക് നിൽക്കണം, എന്നാലേ മനുഷ്യൻ ഈമാൻ ഉണ്ടാവും. റസൂലുള്ള പറയാണ്, ലാ യസ്തഖീമു ഈമാനുൽ അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. മനസ്സ് നേരെ നിൽക്കുന്നവരെ ഒരാളുടെ ഈമാൻ നേരെയാവില്ല. വലാ യസ്തഖീമു ഖൽബുഹു, മനസ്സ് നേരെയാവില്ല. ഹത്താ യസ്തഖീമ ലിസാനുഹു, നാവ് നേരാവുന്നവരെ. നാവ് നേരാവുന്നവരെ മനസ്സ് നേരാവില്ല, മനസ്സ് നേരാവുന്നവരെ ഈമാൻ നേരാവില്ല. എന്നിട്ടോ വലാ യദ്ഖുലു റജുലുൻ അൽ ജന്നത ഹത്താ യഉമന ജാറഹു ബവായിഖഹു. ഒരു അയൽപ്പക്കക്കാരൻ മറ്റേ അയൽപ്പക്കക്കാരനോട് ഉള്ള ദ്രോഹ നടപടിയിൽ നിന്ന് അവൻ സുരക്ഷിതനാകുന്നവരെ നിങ്ങളാരും സ്വർഗത്തിലും പ്രവേശിക്കില്ല. അപ്പൊ അടുത്തുള്ള പുറക്കാര് ഓലെപ്പറ്റി നമുക്ക് നല്ല അഭിപ്രായം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ നന്നായി ഇപ്പൊ പെരുമാറുന്നുണ്ട്. അതെന്തിനാണ് വെച്ചാൽ ഇവിടെ ജീവിക്കേണ്ട വെച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പെരുമാറല്ല. പല അയൽപ്പക്കും അങ്ങനെ ആയിരിക്കും അല്ലെ, അങ്ങനെ പെരുമാറിക്കോ. കാരണം നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള ചുറ്റുപാടിലുള്ളൊരു അയൽപ്പക്കൊന്നല്ല, അവരോട് നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല. വർത്താനം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു MA ഉള്ളതാണ്, നമ്മൾക്ക് LKG ഉള്ളൂ. അപ്പൊ പറഞ്ഞാൽ ജയിക്കൂല. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? മതി മനസ്സിലാ, അങ്ങനെ പറയും. ലോകിണ്ടാനും അലോകിട്ടില്ലാനും എപ്പോ വിളിച്ചാലും നമുക്ക് അങ്ങോട്ട് പോവാം, ഓൾക്ക് വിളിച്ചാൽ അങ്ങോട്ട് വരാം. കൊലത്താക്കിയാണ് വെച്ചേക്കുക. ഒരു ഡബിൾ MA ആണെങ്കിൽ ഓല് നേരെ കുറച്ച് അള്ളാന്റെ കയ്യിലുള്ളതാണെങ്കിലോ എപ്പോഴും ഓലുമായിട്ട് അടുക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സഫാ മലയിൽ കയറി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇബ്നു മസ്ഊദ് എന്താ പറഞ്ഞറിയോ? അന്നഹു ഇർതഖ സഫ, അദ്ദേഹം സഫാ മലയിൽ കയറി. ഫഅഖദ ബിലിസാനിഹി, നാവ് ഇങ്ങനെ പിടിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ലിസാനി, എന്റെ നാവേ, ഖുൽ ഖൈറൻ തഗ്നം, നീ നല്ലത് പറയും എങ്കിൽ നീ ഐശ്വര്യവാനാവും. നാവേ നീ നല്ലത് പറയണം. വസ്കുത് അൻ ശർറിൻ, തിന്മയിൽ നിന്ന് നീ മൗനം പാലിക്കണം. ഒരു തിന്മയിൽ നീ പെടരുത്. തസ്ലം, എങ്കിൽ നീ നാവേ നീ രക്ഷപ്പെടും. നാവ് രക്ഷപ്പെടുമ്പോ നമ്മൾ രക്ഷപ്പെടുമല്ലോ കേട്ടോ. നാവ് ഇങ്ങനെ പിടിച്ചിട്ട് സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ നാവിന്റെ ബലം സഹാബത്ത് എത്രത്തോളം മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലായോ കേട്ടോ. എന്നിട്ട് പറയുകയാണെന്ത്, നിങ്ങൾക്ക് ഖേദിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ കഴിയും. മറ്റേ വർത്തമാനം പറഞ്ഞ് പോയതിന് ശേഷം ഖേദം വരാറുണ്ട് പലരും അല്ലെ, അതിൽ രക്ഷപ്പെടാൻ കഴിയും. സമയത്ത് റസൂലുള്ളാഹി യഖൂലു, നബി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അക്സറു ഖതായ ഇബ്നു ആദം, ആദമിന്റെ മക്കളുടെ ഏറ്റവും വലിയ പാപം വരുന്നത് ഫീ ലിസാനിഹി, നാവിലൂടെയാണ് ഏറ്റവും വലിയ പാപം. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് നാവ് ഉണ്ടാവരുത്, നല്ലത് പറയാനല്ലാണ്ട്. മൻകാന യുമിൻ ബില്ലാഹി ഒരു യൗമില്ലാഹിർ, പരലോകത്തിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നാവുകൊണ്ട് നല്ലതേ പറയും തീരുമാനിക്കണം. ഔലിയസ്കുത്തല്ലയും ഉണ്ടാകണം.
മിണ്ടാണ്ടക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ എന്ത് ചെയ്യാ? നല്ലത് പറയാം. നല്ലത് പറയാൻ കഴിയില്ലെങ്കിലോ പറയാൻ നിൽക്കും വേണ്ട കേട്ടോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരിക്കൽ ഫുലൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, അഖ്റജൽ ലിസാനഹു, അദ്ദേഹം തന്റെ നാവ് പുറത്തേക്ക് ഇട്ടു, എന്നിട്ട് വഅഖദ തറഫി, അതിന്റെ തറ്റം പിടിച്ചു, ബിസ്ബഹി വിരലുകൊണ്ട്. തറഹാദ, ഇത് നീ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫീഹി കുല്ലൽ ഉജബ്, ഈ നാവിൽ എല്ലാ അത്ഭുതങ്ങളും വിരിയിക്കാൻ കഴിയും. യഖ്റുജു മിൻഹുൽ ഖൈറു വശർ, ഈ നാവിൽ നിന്ന് ഖൈറും ഷർറും പുറത്തു വരും. വഹുവ ലഹ്മുൻ, അതൊരു മാംസകഷ്ണമാണ്. ലൈസ ഫീഹി അൽമുൻ, എല്ലില്ലാത്ത. ഫഹ്ഫദ്ഹു, അതിനെ നീ സൂക്ഷിക്കണം. എല്ലില്ലാത്തൊരു സാധനമാണ് നാവ്, അതുകൊണ്ട് അതിനെ നീ സൂക്ഷിക്കണം കേട്ടോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടേണ്ട എന്റെ അവയവം ഏതാണ്? നബിയോട് സഹാബത്തുൽ ചോദിക്കുക. നബിയോട് ചോദിക്കുകയാണ്, ഞാൻ ഏറ്റവും, സുഫിയാൻ ബിൻ അബ്ദുള്ള അസ്സഖഫിയാണ് ഈ കാര്യം ചോദിച്ചത് നബിയോട്. നബിയെ, ഞാൻ ഏറ്റവും എന്റെ അവയവങ്ങളിൽ ഏറ്റവും ഭയപ്പെടേണ്ട അവയവം ഏതാണ്? മാ അഖ്വഫു മാ തഖാഫു അലയ്യാന, എനിക്ക് ഏറ്റവും ഭയപ്പെടേണ്ട അവയവം ഏതാണ്? ഫഅഖറ ബിൽ ലിസാനി, നബി തന്റെ നാവ് കൊണ്ട് പിടിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ആദാ, ഇതാണ് നീ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട സാധനം കേട്ടോ. അപ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവ് പിടിച്ചുകൊണ്ടാണ്. പിന്നെ നാവ് നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മളെ വീട് വിശാലമുള്ളതാവും. നാവും വീടിന്റെ വിശാലത തമ്മിൽ മനസ്സിലായെങ്കിൽ അറിയാലോ, റസൂൽ പറഞ്ഞതാ. ഇങ്ങനെ മൻ നജാത്തു ഖാല അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ നീ പിടിച്ചു നിർത്തിയാൽ വൽ യസൈക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാവും. കാരണം നാവ് നല്ല നാവാണെങ്കിൽ എല്ലാ ആടത്തും പോവാ, വീട്ടിൽ എല്ലായിടത്തും പോവാ അല്ലെ. മറ്റേ നാവ് മോശമാണെങ്കിൽ ആ റൂമിൽ പോകാൻ പറ്റില്ല, ഇവിടെ പറ്റില്ല, ഓരോ വലിയ ഇതില്ല, മറ്റോട്ടും പറ്റില്ല, അമ്മയിട്ട് തിരിയും പറ്റില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ കുത്തിരിക്കലാണ്, എങ്ങോട്ടും പോക്കില്ല. അപ്പൊ ഞാൻ WM എടുത്ത് PhD എഴുതാൻ വേണ്ടിയിട്ട് റൂമിൽ കുത്തിരിക്കുക. റൂമിന്റെ വിശാലത പോയി കേട്ടോ. എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വബുക്കി അലാ ഖത്തിയതിക, നീ എപ്പോഴും നിന്റെ നാവ് കൊണ്ട് ചെയ്ത തെറ്റിന്റെ പേരിൽ കരയണം, എന്നാലേ നന്നാൻ കഴിയുള്ളൂ. ഇവിടെ അടുത്തൊന്നും കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കും വേണ്ട. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കട്ടെ ഞാനൊരു പൊട്ടനാണ്. എനിക്കറിയാം നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കഴിച്ചിടാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ദുസ്വഭാവങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നരകത്തിലെത്തും. ഇനി ദുസ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൊണ്ടുന്ന കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ്. ചിലര് കൊടുക്കേണ്ട അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കേണ്ടത് തടയും. ആർക്കെങ്കിലും എന്താ അർഹതപ്പെട്ട സദക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയും, ദുസ്വഭാവം. അതുപോലെ തന്നെ അർഹത ഇല്ലാത്തത് വാങ്ങും. എനിക്ക് അർഹതയില്ല എന്നാലും ഞാൻ വാങ്ങും. ഇങ്ങോട്ട് പോന്നോട്ടെ, കിറ്റല്ലേ, നമുക്ക് പിന്നെയും തിന്നാലോ, കിറ്റ് ഇപ്പൊ നാളെ കിട്ടില്ല, അപ്പൊ കിറ്റ് ഇങ്ങോട്ട് പോന്നോട്ടെ. അർഹത ഇല്ലാത്തത് വാങ്ങും, കൊടുക്കേണ്ടത് കൊടുക്കൂല, പിന്നെ കണ്ടതും കേട്ടതൊക്കെ പറയും. ഞാൻ അവിടെ പോയപ്പോ ആസ്പത്രിയിൽ നിന്നാണോന്നും അറിയില്ല, ഇനി എനിക്ക് തോന്നുന്നു ബീച്ചിൽ നിന്നാണോ അതും അറിയില്ല, എവിടുന്നോ ഒന്ന് കേട്ടതാണ്, ഇങ്ങനെ പറയുന്നില്ല. ഇതൊക്കെ ദുസ്വഭാവങ്ങളാണ്. റസൂലുള്ള പറയുന്നു ഹറാമാണ് ഇതൊക്കെ. ഇന്നല്ലാഹു ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ അല്ലാഹു. എന്തൊക്കെയാണ്? ഒന്ന് ഉഖൂഖുൽ ഉമ്മഹാത്ത്, ഉമ്മനെ വേദനിപ്പിക്കൽ. ഉമ്മനെ മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും വേദനിപ്പിക്കൽ, വാക്കുകൊണ്ടാണല്ലോ ഉമ്മാനെ വേദനിപ്പിക്കൽ. അള്ളാഹ് ഹറാമാക്കിയ കാര്യമാണ്. ഹറാമാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലായി, കള്ളുടി ഹറാമല്ലേ, പലിശ ഹറാമല്ലേ. അതുപോലെ ഉമ്മനെ നേരെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന മക്കൾ ഹറാമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഉമ്മ ഒരു പണിക്ക് പറഞ്ഞാൽ ചിലപ്പോ ലേശം ക്ഷീണമുണ്ട് ഉമ്മ, ഞാൻ കുറച്ച് എടുത്താൽ പോരെ എന്ന് ചോദിക്കാം. ക്ഷീണം ഉണ്ടെങ്കിൽ 24 മണിക്കൂറും ക്ഷീണമെന്ന് പറഞ്ഞ പെണ്ണുകുട്ടികളാണ് ഇപ്പൊ ഉള്ളത്. ഉമ്മക്കൊരു ക്ഷീണമില്ല, മോക്ക് ഭയങ്കര ക്ഷീണം. മോളാണ് ഇപ്പൊ ഇവിടെ കമ്മാരപ്പണി എടുക്കുന്നുള്ളവർക്കാണ്. അപ്പൊ മക്കൾ സാധാരണ ഒരു സഹായം എന്ന് മാത്രമല്ല, മിണ്ടാണ്ടെത്തുന്നളി വിവരമില്ല. അപ്പൊ ആ സാധു ഇങ്ങനെ പാവം ഇങ്ങനെ ബാടി പോകും. കാരണം ഒരു വിവരമില്ല എന്ന് മക്കൾ തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി കേട്ടോ. ഹറാമാണ് ആ വാക്ക് കേട്ടോ. ഇനി പറയുന്നു ഓതുൽ ബനാത്ത്, പെൺകുട്ടികളെ കുഴിച്ചു മൂടൽ. പെൺകുട്ടികൾ ജനിച്ചാൽ ആപത്താന്ന് വിചാരിച്ചിട്ട് അത് ഹറാമാണ്. വഹാത്തിൻ, കൊടുക്കേണ്ടത് തടയുക. വഹാത്തിൻ, അനർഹമായത് വാങ്ങുക. ഇതും എന്താണ്? ഹറാമാണ്. കരിഹലക്കും കാലാവക്കയില, കണ്ടതും കേട്ടതും പറയലും ഹറാമാണ്. സുആൽ, അധികരിച്ച ചോദ്യം, അത് ഹറാമാണ്. മാൽ, ധനം ആവശ്യമില്ലാണ്ട് നശിപ്പിക്കുക, അത് ഹറാമാണ്.
ദുസ്വഭാവം. ആവശ്യമില്ലാണ്ട് ഇപ്പൊ ഒരു വീഡിയോ ചെന്ന് ചവിട്ടിക്ക് എന്താ വില, വെറുതെ ചവിട്ടി എന്തിനാ ചവിട്ടുണ്ട് അതും അറിയില്ല, എവിടെ കാണാൻ അതും അറിയില്ല. പിന്നെ എവിടെയെങ്കിലും കയറിയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ വെച്ചിട്ട് ഈ ബൾബിന് എത്ര, ആ ബൾബിന് എത്ര വെച്ചിട്ട് രണ്ട് എന്താ FM എന്ത് എനിക്കറിയായിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയോ നോക്കാൻ വേണ്ട. അപ്പൊ എന്തൊക്കെ നിങ്ങൾ വാങ്ങുന്നറിയാം, അതല്ലേ ഞാൻ FML പറഞ്ഞത്. അപ്പോഴല്ലേ നിങ്ങൾ യഥാർത്ഥ തിരിച്ച് പറഞ്ഞത് CFL. അപ്പോ ഏതായാലും CFL ഒരു 2 എണ്ണം വാങ്ങിട്ടേക്കാം. ഇതെന്തിനാണ് ഓടിടാനാന്നൊന്നുമില്ല, പോകുമ്പം ഇടാലോ അതിന്. ഇത് ഇപ്പൊ ഇപ്പം നോമ്പിന് ഒരാവശ്യം ഉണ്ടാവില്ല, സാധനങ്ങൾ വെറുതെ പീടിയെ കയറി. അപ്പൊ അച്ചാറ് കണ്ടപ്പം അച്ചാറ് അല്ലേ, അച്ചാറ് പെടാതെ ഇപ്പൊ നോമ്പുറക്കുമ്പോൾ തിന്നോ? ഇല്ല. അത്താഴത്തിൽ തിന്നോ? അതും കഴിയില്ല. കാരണം അതൊക്കെ തിന്നാ വയറെല്ലാം താറാറാവും അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് തിന്നൂല. എന്നാലും വേണ്ടില്ല, മാങ്ങ, നാരങ്ങ, ചേന. ഇവിടെ ഇപ്പം ആ ഇതുണ്ടല്ലോ പല്ലി, അതിന് അപ്പിളിടാത്തത് അതിന്റെ ഭാഗ്യ, മറ്റത് അല്ലെങ്കിൽ അതിന് ഇപ്പിട്ട് തിന്നും. അങ്ങനത്തെ ഒരു നാട്ടുകാരെ നമ്മള്. അപ്പൊ തമാശാരല്ല, കണ്ടില്ല നിങ്ങൾ? കണ്ട അതും ഇതൊക്കെ പേരക്ക അത് ഇതൊക്കെ ഇടുക, കർമൂസ ഒക്കെ ഇപ്പിടല. അപ്പൊ ഇതൊക്കെ വെറുതെ വാങ്ങിക്കൊണ്ട് കുപ്പിയിൽ, എന്നിട്ട് 2 മാസം കഴിഞ്ഞാൽ ആ കുപ്പിയിലുള്ള മാങ്ങ കാണാൻ ഒരു കറുത്ത നിറായിട്ട് വല്ല പിന്നെ നീഗ്രോ കുട്ടികളെ കയറ്റിയ മാതിരി അല്ലേ. കണ്ടില്ല നിങ്ങള്? ഇതൊന്നും ആവശ്യമില്ല സാധനം. പിന്നെ അതുപോലെ ഇവിടുന്ന് ഒരു മഫ്ത ഉണ്ട്, അപ്പൊ അത് വാങ്ങി. ഒരു ചെരുപ്പുണ്ട്, അത് വാങ്ങി. ഒരു അലൂമിനിയം പാത്രം കണ്ട്, അത് വാങ്ങി. ഇത് എന്തിനാ വാങ്ങുന്നതെന്ന് അറിയില്ല, ഭയങ്കര പാത്രം വാങ്ങല. ഇപ്പം റമദാൻ വന്നപ്പം എത്രയോ മുറം അവിടെ ഉണ്ട്. ഞാൻ ബാക്കി മുറൊക്കെ വലിച്ചെറിഞ്ഞാൽ ഇത് എങ്ങോട്ടാ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു ആർക്കും വേണ്ട. ഇളായത്തുൽ മാല് അള്ള പൊറുക്കപ്പെടാത്ത വൻ ദോഷങ്ങൾ. നാവോട് ചെയ്യുന്നത് പോലെ തന്നെ പൈസ കൊണ്ട് നമുക്ക് ചെയ്യാന്നർത്ഥം. നരകം വാങ്ങാം. ഇവിടെ വെറുതെ ഇത് വാങ്ങരുത്, ആവശ്യമില്ലാണ്ടൊന്നും വാങ്ങരുത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വാങ്ങണം, അതാണ് ഇസ്ലാം. ആവശ്യത്തിന്റെ മുമ്പിൽ അത് നിങ്ങൾ നിന്ന് കൊടുക്കേണ്ടത്. ആവശ്യമില്ലാത്ത പിന്നെ എല്ലാവരുടെ പുരയിലുള്ളത് അതുകൊണ്ട് നമുക്കും വാങ്ങണം എന്ന് പറഞ്ഞാൽ ആ തീർപ്പ്. ഇപ്പൊ ചിലരൊക്കെ ഒരു മുട്ട അടിക്കാൻ 800 രൂപയുള്ളൂ. മുട്ട അടിക്കാൻ, മുട്ടക്ക് എന്താ വില? 2 രൂപ. അത് അടിക്കാൻ 800 രൂപ. ഇതെന്ത്? അതൊന്നെങ്കിലും ആലോചിച്ചൂടെ? ആകെ എപ്പോഴേയും ഒരു മുട്ട അടിക്കാൻ ഈ 800 രൂപ മുടക്കിയേക്കേണ്ട ആവശ്യം എന്താ? അത് കഴിഞ്ഞിട്ട് 4 മുട്ട അതുകൊണ്ട് അടിച്ചു, അല്ലെങ്കിൽ 4 പ്രാവശ്യം അടിച്ചു, എത്രയോ മുട്ടായിക്കോട്ടെ. 5ാമത്തെ പ്രാവശ്യം അടിച്ചു നോക്കുമ്പോ സ്വിച്ച് ഇട്ട് നോക്കാം, കുറുനാവില്ല. ഇനി ഇത് നന്നാക്കാൻ കൊണ്ടേയപ്പോ പിന്നെ ഓല് പറഞ്ഞ് ഇതിന്റെ സാധനം ഇവിടെ കിട്ടൂല, നിങ്ങൾ കമ്പനിയിൽ പോയി നോക്കി. കമ്പനിയിൽ ചെന്ന് കമ്പനിയിൽ ഈ സാധനം ഇല്ല, നിന്നുപോയി. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെയുള്ള മോഡലാണ്. ഇതിന്റെ പുതിയ മോഡൽ മാഡം ഇത് വായിച്ചോളൂ. അപ്പൊ ഇതിനെന്താ വില? 1200. മറ്റേ എത്ര? 800. ഇതിനെന്താ കിട്ടും 100 രൂപ കിട്ടും. എന്നിട്ട് അത് 100 രൂപ കൊടുത്തത് 1200 രൂപ മറ്റേ വാങ്ങി. എന്താ ആവശ്യമുണ്ട് അല്ലേ? പിന്നെ അതിലെ ഒരു അണ്ണാച്ചി ബക്കറ്റ് പാത്രം ഒക്കെ മടക്കിയിരിക്കുന്നത്. നമ്മളോടൊന്ന് ഒരു ലോഡ് അങ്ങോട്ട് കൊണ്ടുപോയി 2 ഇത്ര പോലെ ബക്കറ്റ് തരും അല്ലേ. എന്നിട്ട് അതിന്റെ പുറമെ നിങ്ങളോടന്ന് ഒരു 50 രൂപ ബക്കറ്റ് വേസ്റ്റ് വാങ്ങും. ഇങ്ങനെ എന്തെല്ലാം ദുർവൃത്തി ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതെല്ലാം കൂടി പറയലല്ല എന്റെ പണി. ഏതായാലും ശ്രദ്ധിക്കുക, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ നിങ്ങൾ ഒരുപാട് ദാനവും കാര്യമൊക്കെ കൊടുക്കലുണ്ട് അല്ലെ, ധർമ്മമായിട്ടൊക്കെ. അഞ്ചത്തിക്കായാലും ഏടത്തിക്കായാലും കുടുംബത്തിലായിരുന്നാലും അല്ലെങ്കിൽ പുറത്തുള്ളവർക്കായിരുന്നാലും. ദേഷ്യം പിടിച്ചാൽ കൊടുക്കും നിങ്ങൾ? കൊടുക്കോ? ഇല്ല. ദേഷ്യം പിടിച്ചാൽ കൊടുത്ത് തിരിച്ചു വാങ്ങും, അതും ചെയ്യും. അതും വാങ്ങണുണ്ട്, തിരിച്ച് വാങ്ങണം എന്നും പറഞ്ഞിട്ട് അതിന് ആളയക്കണുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലദീ യഊദു ഫീ ഹിബത്തിഹി കൽ കൽബി യർജിഉ ഫീ ഖൈഇഹി. ഛർദിച്ചത് തിന്നുന്ന നായിനെ പോലെയാണ് കൊടുത്ത് തിരിച്ചു വാങ്ങൽ. കൊടുത്തത് തിരിച്ചു വാങ്ങൽ. ഛർദിച്ചത് നായി ഛർദിച്ചിട്ട് നായി എന്നെ തിന്നും, അതുപോലത്തെ മനുഷ്യനാണ്. അങ്ങനെ അപ്പോ ഒരു ഹിബത്ത്, ഒരു ദാനം കൊടുത്തിട്ട് ചിലവരെ ഏർത്തിക്ക് അത് കൊടുക്കും. ഏർത്തിമ്പോൾ തെറ്റിയപ്പോ ആ പർദ്ദകൾ തന്നാള് ഈ പർദ്ദയൊന്നും തണ്ട, എന്റെ പർദ്ദയ്ക്ക് അങ്ങനെ തണ്ട. വലിയ കാര്യം പോലെ വാങ്ങിക്കൊടുക്കും. ദേഷ്യം പിടിച്ചാൽ അപ്പൊ തിരിച്ചു വാങ്ങും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? നിങ്ങൾ ആരായി?
ആദ്യം നായിയായി, പിന്നെന്ത് ചെയ്തു? ഒന്ന് ഛർദ്ദിച്ചു, എന്നിട്ട് പിന്നെന്ത് ചെയ്തു? അതിനെ പിന്നെയും നല്ല മനസ്സിലാക്കി വെച്ചോളൂ. ഇതൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണം, എന്തെങ്കിലും ഏതെങ്കിലും ചെയ്യരുത് കേട്ടോ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും പറഞ്ഞു, പിന്നെ 3 വിഭാഗം ആൾക്കാരോട് അള്ളാഹു നാളെ പരലോകത്ത് നിന്ന് ഒരു വർത്താനം ചോദിക്കൂല. 3 വിഭാഗം ആൾക്കാരോട്. സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം, അവരെ നോക്കൂല, അവരോട് സംസാരിക്കൂല. വലാ യുസക്കിഹിം, അവരെ സംസ്കരിക്കൂല. ഓരോ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടില്ല, അതൊന്നും ചെയ്യില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ്. 3 വിഭാഗമാണ്. ആരൊക്കെയാണ്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോ ഈ ആയത്ത് ഓതി നബി പഠിപ്പിച്ചപ്പോൾ ഫഖറാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ മറ, നബി ഈ ആയത്ത് 3 പ്രാവശ്യം ഓതി സഹാബത്തിന്റെ മുമ്പിൽ. എന്നിട്ട് കാല അബൂദർ ചോദിച്ചു, അപ്പൊ അങ്ങനെയാണെങ്കിൽ റസൂലെ ഖാബു വ ഖസ്റു, അവരുടെ ജീവിതം പരാജയപ്പെടുകയും അവരുടെ ജീവിതം നഷ്ടപ്പെടുകയും ചെയ്തുവല്ലോ എന്ന് ചോദിച്ചു. പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, 3 വിഭാഗം ആളുകൾ ആരാണ്? അള്ളാഹ് സംസാരിക്കാത്ത, അള്ളാഹു നേരക്ക് നേരെ നോക്കാത്ത 3 വിഭാഗന്മാർ. റസൂലുള്ളാഹി പറയുന്നു, ഒന്ന് അൽ മുബ്സിൽ. ആരാണ് മുബ്സിൽ എന്ന് പറഞ്ഞാൽ നെരിയാണിക്ക് താഴെ വസ്ത്രം അണിയുന്ന പുരുഷൻ. അപ്പൊ നമ്മളൊക്കെ കുട്ടികൾ, ഓലോടൊന്നും അള്ളാഹ് സംസാരിക്കുക. നമ്മളൊക്കെ കുട്ടികൾ ഇപ്പൊ എങ്ങനെ ആടുന്നത്? നമ്മൾ അവരറിയുന്നില്ലല്ലോ. ഈ ഒരു ദുർവൃത്തി കൊണ്ട് എന്റെ മോനെ എങ്ങോട്ട് ഞങ്ങളെ പിയ്യാപ്പിള എങ്ങനെ ആടല്, നിങ്ങൾ ആളെങ്ങനെ ആടല്, പാൻറ്റൊക്കെ. അപ്പോ അതെല്ലാം ഇട്ടാലോ, നേരക്കൊന്ന് നെരിയാണ്ട് മുകളിലേക്ക് ഇട്ടാലോ, മൊഴിയാരമായിട്ട് കണ്ടാലേ അറിയാം. ഞാൻ അന്ന് നോക്കിയതാ, ഈ ബേജാറാണ്ട. അല്ല, ആരെയും കുറ്റപ്പെടുത്ത കാര്യമില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ് അല്ലേ. അപ്പം ഓനോട് അള്ള നാളെ ഓൻ അറിയണം ഞാൻ എന്തിനാണ് ഇത് ഇടുന്നത്, ഇങ്ങനെ ഇട്ട എന്തിനാണ്, എന്നോട് അള്ള സംസാരിക്കണം. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളോട് അവിടെയുള്ള ആൾക്കാരും മിണ്ടില്ലേ ഉണ്ടാവും. പരലോകത്ത് പോയിട്ട് അള്ള ഒന്നും മിണ്ടുന്നില്ല, നമ്മൾ നോക്കുന്നില്ല. അതിലൊരു കാരണക്കാരൻ. 2 വൽ മന്നാൻ, ഈ കൊടുത്തത് എടുത്ത് പറയാ. ചിലർ കൊടുത്തത് തിരിച്ചു വാങ്ങണമല്ലാണ്, അതാണ് നേരത്തെ പറഞ്ഞത്. ഇനി കൊടുത്തത് എടുത്ത് പറഞ്ഞുണ്ട്, എനിക്ക് ഞാൻ അത് തന്നില്ലേ, എനിക്ക് ഇത് തന്നില്ലേ, അങ്ങനത്തെ നന്ദില്ലാത്തോളാ, എന്ത് കൊടുത്തിട്ട് കാര്യമില്ല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒന്നാമത്തത് ഓള് നമ്മൾ ചെറുപ്പത്തിൽ മുതലേ അങ്ങനെയാണ്, എന്റെ അഞ്ചത്തിയാന്ന് എന്ത് ചെയ്യാ അങ്ങനെ പറയുന്നത് അല്ലേ? ഉണ്ടോ? കൊടുത്തത് ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ അള്ളാഹ് സംസാരിക്കൂല നമ്മളോട് കേട്ടോ. വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ള സത്യം ചെയ്ത് സാധനം വിൽക്കുക. പർച്ചാനാണ് സത്യം, 3000 ഉറുപ്പ്യക്ക് എടുത്തതാ, നിങ്ങൾക്ക് അതിനെ കൊണ്ട് തരികയാണ് 3050 50 ഉറുപ്പ്യ ലാഭം എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ കള്ളസത്യം ചെയ്ത് സാധനം വെക്കുന്ന പോലെ അള്ളാഹ് നോക്കൂല. അപ്പൊ നമുക്കത് നമ്മുടെ സാധനത്തിന് 3000 ഉറുപ്പ്യ 4000 ഉറുപ്പ്യ വില പറഞ്ഞ ആവശ്യം നമുക്കില്ല. അത് നമുക്ക് പറഞ്ഞ ആവശ്യം, നമ്മൾ സാധനം അത്രക്ക് തരുള്ളൂ, അതാണ്. അല്ലാണ്ട് നമ്മൾ ഇത്രക്ക് വാങ്ങിയതാണ്, നമ്മൾ ആകെ 50 ഉറുപ്പ്യ ലാഭം എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പറ്റിക്കുന്ന തരത്തിലുള്ള കച്ചവടം ചെയ്യലും ദുസ്വഭാവമാണ് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം ദുർവൃത്തികളൊന്നും ചെയ്യരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ചങ്ങായിക്ക് പോകണമെന്നും പറയണ്ട അതിൻ്റെ ഇടയിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുന്നതിന് മുമ്പ്, നിർത്തുന്നതിന് നിർത്തൂല, വണ്ടി ഞാൻ നിർത്താൻ പറ്റില്ല. കാരണം ദുസ്വഭാവം എന്ന് പറഞ്ഞ സാധനം കുറച്ചല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. എന്നാൽ ഞാൻ കൽപ്പിച്ചൂട്ടി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയുമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ദുർവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ആരാവുന്ന അറിയങ്ങള് പൊങ്ങച്ചക്കാരാവും. നമുക്ക് എപ്പോഴും പൊങ്ങച്ച, നമ്മളൊരാൾ തിരുത്തുന്ന ഇഷ്ടമല്ല, നമ്മളോടൊരാൾ നന്മ പറയുന്നത് ഇഷ്ടമല്ല, അപ്പോഴേക്കും നമ്മളെ മുഖം കനക്കും ഉണ്ടല്ലോ. ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ കാണിച്ചു തരട്ടാ, എന്റെ നന്മ ശരിയായി തരട്ടാ, ഇതാ പറയാ. കാരണം ആര് തിരുത്തുന്നത് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ദുസ്വഭാവം കൂടി പിന്നെ വരും അല്ലേ. ഖുർആൻ പറയുന്നു, തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകം അല്ലാഹു കൊടുക്കുന്നത് നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി, ഭൂമിയിൽ വലിപ്പം ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ആ സ്വർഗം കൊടുക്കുക. ഇവിടെ വലിപ്പം ആഗ്രഹിക്കുക. നമ്മളെല്ലാരും മുമ്പിലൊന്ന് വലുതാവണം, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? സത്യത്തിലുണ്ടോ? ഉണ്ട്. എവിടെ പോയാലും നിങ്ങളൊന്ന് വലുതാക്കണം, ആണല്ലേ? ഇന്നാളെ ഭാര്യയാണ്, അതറിഞ്ഞിട്ടോ, എന്നാ ഒന്നുകൂടി വലുതാക്കാം. അപ്പൊ 5 ഇഞ്ച് കൂടി വലുതാക്കി. നിങ്ങൾ പോലെ ഭർത്താവിനറിയില്ലേ,
ഡോക്ടർ എന്നെ അപ്പൊ 5 കൂടി, അപ്പൊ 10 ആയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണത്, നിങ്ങൾ അവിടെ ചെന്നിട്ട് ആളുകളൊന്നും ബഹുമാനിക്കണില്ല, ബലുതാക്കണില്ല എന്നൊക്കെ തോന്നുമ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലുണ്ടാകും. നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ ചിലപ്പോൾ ആളുകൾക്ക് ബഹുമാനിക്കാം, അൻസിലിന്നാസ മനാസിലും സ്ഥാനം അനുസരിച്ച് ആളുകളെ ബഹുമാനിക്കുക. അതിന് ഇസ്ലാമിന് വിരോധമില്ല. അങ്ങനെ സ്ഥാനം അനുസരിച്ച് തന്നെ ബഹുമാനിക്കണം, അത് വേണം. ഒരാള് ആഗ്രഹിക്കരുത് എന്ത്, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അവരെല്ലാരും കൂടി എന്നെ സ്നേഹിച്ച് അങ്ങനെയില്ലേ, കല്യാണത്തൊക്കെ പുറകെ ചെന്നാൽ കല്യാണ പുറകെ നിങ്ങൾ ആരും അറിയാണ്ടങ്ങ് നിൽക്കായിരിക്കും അല്ലെ. വന്നിട്ട് ആരും നോക്കാണ്ടക്കുമ്പോ എല്ലാവർക്കും വെള്ളം കൊടുക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടുവയ്ക്കും വെള്ളം വെച്ചിട്ട് വെള്ളം കൊടുക്കണില്ല. പിന്നെ അവസാനം നിങ്ങളടുത്തെത്തി വെള്ളം, ഇതാ വെള്ളം കുടിച്ച് ഇതുവരെ കുടിക്കുകയില്ലോ മറ്റവരുടെ നോക്കിയിട്ട്, അതുകൊണ്ട് വേണ്ട. അതൊരു ദുസ്വഭാവം. വേണ്ടാന്ന് പറഞ്ഞ വേറെ ദുസ്വഭാവം. പിന്നെ കൊടുക്കുന്ന സമയത്ത് മറ്റോള് കണ്ടില്ലട്ടോ, അത് വേറെ ദുസ്വഭാവം. ഇതുവരെ കണ്ടില്ലട്ടോ. അപ്പൊ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഓളൊന്ന് കുറച്ചേരം അവിടെ നിൽക്കട്ടെ എന്ന് വെക്കും. ഇന്നവിടെ നിർത്തി എനിക്ക് വെള്ളം വേണ്ടാന്ന് പോലും. അങ്ങനെ രണ്ടു കൂട്ടരും ആഗ്രഹിച്ച് ദുനിയാവിലെ പൊങ്ങലാണ് അല്ലെ. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സ്വർഗം ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. മുത്തഖീൻ, സ്വർഗത്തിൽ അവസാനം കിട്ടുക മുത്തഖ്വകൾക്കാണ്. അപ്പൊ മുത്തഖ്വകൾക്ക് ഉണ്ടാവേണ്ട എല്ലാ ഗുണവിശേഷണങ്ങളും നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നരകത്തിൽ കിടന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ചെയ്ത പണിക്കൊക്കെ നാവൊക്കെ ഇളക്കിയില്ലേ, ഈ നാവ് ഇഞ്ഞൊന്ന് ഇളകാനുണ്ടാവുന്നു. അതും കൂടി പറഞ്ഞു നിർത്തുകയാണ്. നാവ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചിറക്കിയില്ലേ, ആ ആളുകൾ നാളെ നരകത്ത് കിടന്നിട്ട് ഈ നാവൊന്ന് ഇളക്കാണ്ട്. അത് അള്ളാഹ് ഇളക്കിക്കുന്നത് കേട്ടോളി. ഖുർആനിൽ അള്ളാഹ് പറയാണ്, സൂറത്ത് ഫാത്തിർ, വഹും യസ്തരിഖൂന ഫീഹാ, അവർ നരകത്തിൽ കിടന്നതാ അട്ടഹസിക്കുന്നു. ഇതുവരെ നാവളക്കിയ നാവുകൾ കൊണ്ട് പടച്ചവന്റെ മുമ്പിൽ അതാ നരകത്തിൽ കിടന്ന് അട്ടഹസിക്കുന്നു. എന്തിനാ അട്ടഹസിക്കുന്നത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു, പടച്ചവനെ ഇതുവരെ ചെയ്തതല്ലാത്തൊരു സൽക്കർമ്മം ചെയ്യാൻ പടച്ചവനെ നീ എന്നെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ പുറത്താക്കി തരണേ. ഇതുവരെ പറഞ്ഞതുപോലെ പറയാതിരിക്കാൻ, ഇതുപോലെ ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്തതുപോലെ ചെയ്യാതിരിക്കാൻ പടച്ചവനെ ഒന്ന് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ഇതുവരെ MA പഠിച്ച ഡബിൾ MA പഠിച്ച ആളുകളൊക്കെ അവിടെ കിടന്നിട്ട് അട്ടഹസിക്കുന്ന ഖുർആൻ പറഞ്ഞു. യസ്തരിഖൂന ഫീഹാ, നരകത്ത് കിടന്നിട്ട് അട്ടഹസിക്കും. എന്നിട്ട് അല്ലാഹ് എന്നാ ആയിക്കോട്ടെ, ഈ കുറച്ചും കൂടി കാലം നല്ല ചെയ്യാൻ ഭൂമിക്ക് പോയിക്കോന്നല്ല അള്ളാഹ് പറയുന്നത്. അള്ളാന്റെ മറുപടി, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി, ചിന്തിക്കാനുള്ള പ്രായം ഞങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നു. ചിന്തിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ എല്ലാ ക്ലാസ്സിലും ഈ പോയും ചെയ്ത് ഇവിടെ വന്നോലെ അപ്പൊ കുടുങ്ങി. ഇനി പോകാണ്ടക്കാൻ വയ്യ. സുലൈമാൻ മുസ്ലിയാരെ സോപ്പ് പോലെയാണ്. സുലൈമാൻ മുസ്ലിയാരെ സോപ്പ് വാങ്ങിയാൽ കറാമത്തുണ്ടാവും, വാങ്ങിയാൽ ചൊറിയും ചെയ്യും. ഇതുണ്ടാക്കിയത് നായിക്കൊരനുണ്ടാകും. നായിക്കൊരനെ ചൊറിയുന്ന സാധനമാണ്. അതുപോലെ ഇപ്പൊ ക്ലാസ്സിൽ വന്നോട് കുടുങ്ങി. ഇനി നാവ് അനക്കാൻ പറ്റില്ല. ഇനി നാവ് അനക്കാ, വല്ലാണ്ട് അനക്കാ, അവിടുന്ന് അനക്കാം. ഇനിയിപ്പൊ ഇതൊക്കെ ആണെങ്കിലും നിങ്ങളോട് ഒരാളിപ്പാട്ട് ഇറങ്ങുമ്പോൾ ചോദിക്കാം, ഇനിയിപ്പൊ കേട്ടാ എന്തേ ഇനി ഞാൻ അങ്ങട്ടാ പോയിട്ട് ഞാൻ തീരുമാനിക്കാരാ? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ ശരിയായോ? ഇല്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ഇവിടം വരെ 2 സാധനം വാങ്ങേണ്ടതുണ്ട്, അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പോരലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. ഇതായിരിക്കണം. നമുക്ക് ഹൈറുണ്ടാവാൻ രണ്ടുകൂട്ടർക്കും പ്രാർത്ഥിക്കാം. ഇനി ആവശ്യമില്ലാണ്ടൊന്നും ഫോൺ ചെയ്യരുത്, വേണ്ടാത്ത വർത്താനൊന്നും പറയണം. ആരെ പറ്റി എനിക്ക് ഇനി കേൾക്കണ്ട കേട്ടോ. എനിക്ക് ആ ഫോണിൽ എൻ്റെ പൈസയും പോവും, എൻ്റെ ചെവിയും പോവും. അതിന് പുറമെ എന്നെ നരകത്തിലാക്കും. നരകത്തിനാണെങ്കിൽ എന്നോട് അള്ളാഹ് ഞാൻ നലോളിച്ച് പറഞ്ഞാൽ പുറത്താക്കി തരണേന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാൻ എനിക്ക് ഞാൻ പ്രായം തന്നില്ലേ? ഞാൻ ദേഷ്യം പിടിക്കാൻ നമുക്ക് അള്ളാഹ് ദേഷ്യം പിടിക്കൂ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുവാനുള്ള പ്രായം തന്നില്ലേ? വജാഅകുമുൻ നദീർ, ഇങ്ങനൊരു ദിവസമുണ്ടെന്ന് പറയാൻ താക്കീതുകാരും വന്നിട്ടില്ലായിരുന്നോ? അതുകൊണ്ട് ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ, ആസ്വദിക്കടോ ഈ നരകം. ഈ നരകത്തിലെ ശിക്ഷ നീ ആസ്വദിക്ക്. നിന്നെ സഹായിക്കാൻ, ഈ അക്രമികളായ നിന്നെ സഹായിക്കാൻ ഒരു സഹായിക്കും സാധ്യമല്ല. അപ്പോ അവിടെ കിടന്ന് വിലപിക്കാതിരിക്കാൻ നാവ് ശുദ്ധമാക്കുക, മനസ്സ് ശുദ്ധമാക്കുക, പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുക്കം ഈ വിഷയം പറഞ്ഞെങ്കിലൊക്കെ കുറച്ചെങ്കിലും, എന്നാലും എനിക്ക് തോന്നുന്നു 2 ദിവസത്തേക്കെങ്കിലും നാവ് LKE ആവുന്ന തോന്നുന്ന ഞാൻ വിചാരിക്കുന്നു.
2 ദിവസത്തേക്ക് അല്ലെ? മരിച്ചോടത്ത് വരെ ചിലവര് ഇങ്ങനെ ആക്കിയിട്ട് കെടുക്കണ കെടുപ്പ് ഉണ്ടാവും. ചെയ്തതിനാത്രം ഇതിന്റെ ഈ ഇത് കീഴ്ഭാഗം അങ്ങോട്ടാ, മുൻഭാഗം ലേശം ഇങ്ങോട്ടാ, എന്തോന്നുണ്ടല്ലോ അല്ലേ? താട കിട്ടിയ ശരിയാകായിട്ടോ അതോ കളിച്ചതിന്റെ ഫലോ? മയ്യത്തിന്റെ കാര്യം പറയുന്നത് ലാ തസുബുൽ അംവാത്ത്, മരിച്ചു പോയാലെ പറ്റി ഒന്നും പറയരുത്. ഫൈനഹും ഖദ് അഫ്ളഉ ഇലാ മാ ഖദ്ദമു, അവർ ചെയ്ത പ്രവർത്തനമായിട്ട് അവർ പോയി കഴിഞ്ഞു. ഇനി വെറുതെ അതിന്റെ മുകളിൽ നമ്മൾ എന്താക്കണ്ട. വെറുതെ ഞമ്മക്ക് ചിലവര് മരിച്ചു കഴിഞ്ഞാലും വിടൂല. എന്നാണ് ചിരിക്കേണ്ടില്ല. കാരണം നമുക്ക് വിടാൻ പറ്റില്ല. പറ്റേ നമ്മളങ്ങനെ വിട പോലും അയിമലൊക്കെ സാധനം ഉള്ളതല്ലേ. നമുക്ക് നരകത്തിൽ പോണ്ട സാധനം കോണി കയറും ഒക്കെ അയിമലാണുള്ളത്. അപ്പൊ അതൊക്കെ